യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു. എന്താണ്? പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും അതാണ് വാക്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യം നമ്മളെ, അതായത് ഇത് കർത്താവ് ഭൂമിയിൽ ജീവനോടിരുന്നപ്പോൾ പറഞ്ഞതാ. പക്ഷേ ഇത് എപ്പോൾ സംഭവിക്കും? കർത്താവ് ഉയർത്തപ്പെട്ട് അതിനുശേഷം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം ഈ പരിശുദ്ധാത്മാവിൻ്റെ ഡ്യൂട്ടിയാണ് യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മൾ മറക്കുന്നവരാ. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിലേക്ക് ഇതൊന്ന് കൊണ്ടുവരിക എന്നുള്ളത് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം യേശു കർത്താവ് പഠിപ്പിച്ച ഒരു ടീച്ചിങ് ആണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ ആ ഓർമ്മപ്പെടുത്തിയ ദൈവദാസൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഉണ്ടോ? നിങ്ങൾ പറ. അതാ നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ചിന്തിക്കുന്നത് എങ്ങനെയാ? പ്രസംഗത്തിൻ്റെ ഇച്ചിരി ശാന്തമായി നിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറയും വലിയ ആത്മാവ്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറഞ്ഞത്. കർത്താവ് പഠിപ്പിച്ചത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി എന്താ ഓർമ്മപ്പെടുത്തിയത്? ഞാൻ ആ ഭാഗം ഇങ്ങനെ പ്രിയ സഹോദരൻ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു. എന്താ കർത്താവ് ഓർമ്മപ്പെടുത്തി? ആ ഭാഗം എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനും അല്ല. ഓക്കെ, അത് നമുക്കറിയാം. പിന്നെ അവന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു. കർത്താവ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയത്തില്ലല്ലോ, ആരാ? അല്ലേ? എന്തൊരു വിരോധാഭാസം നോക്കിയേ. ആരുടെ നാമത്തിലാണ് ചെയ്തേ? കള്ളക്രിസ്തുവിൻ്റെ നാമത്തിലല്ലാണോ? എതിർ ക്രിസ്തുവിൻ്റെ നാമത്തിലല്ല, ആണോ? കർത്താവിൻ്റെ നാമത്തിലാണ് ചെയ്തത്. അവർ ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാ, നിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്. കർത്താവ് പറഞ്ഞു, ആരാ? മനസ്സിലായില്ലല്ലോ, അറിയത്തില്ലല്ലോ. ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഈ രണ്ട് കാറ്റഗറിയിൽപ്പെട്ടവരെയും കൂടാത്ത ഒരു കാറ്റഗറിയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിർത്താൻ എൻ്റെ മനസ്സിൽ വന്നൊരു ചിത്രം പറയുക. ഇവിടെ ഒരു 3 കൂട്ടർ നിപ്പുണ്ടെന്ന് വിചാരിക്കുക. മനസ്സിൽ ഒരു കൂട്ടർ 3-4 പേരവിടെ കൂടി നിപ്പുണ്ട്. അവർ അത്ഭുതം അടയാളം ചെയ്ത ഈ ടീമുകളാണ്. 3-4 പേരവിടെ ഇപ്പോൾ. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ ഇപ്പുറത്ത് നിപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത്ഭുതം അടയാളം ചെയ്ത 3-4 പേർ അവിടെ നിപ്പുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ ഇപ്പുറത്ത് നിപ്പുണ്ട്. ഇതൊന്നുമല്ലാത്തൊരു ആൾ മൂന്നാമത് നിപ്പുണ്ട്, യേശു ക്രിസ്തു. അപ്പം തൽക്കാലം കർത്താവിൻ്റെ ദൈവത്തോ അല്ലെ ദൈവമോ അതെല്ലാം അവിടെ നിർത്തട്ടെ. ഞാൻ 3 വ്യക്തികളായിട്ടങ്ങ് പറയാം. ഒരു 2-3 പേര് അവിടെ ഒരു കൂട്ടം നിൽക്കുന്നു, അത്ഭുതം അടയാളവും ചെയ്തവർ. ഇപ്പുറത്തൊരു കൂട്ടർ ആ യോഗത്തിൽ സംബന്ധിച്ച ആൾ, ഇപ്പുറത്ത് ഇതൊന്നുമല്ലാത്ത ഒരു ദൈവദാസൻ നിന്നു. അപ്പം ഈ ദൈവദാസൻ പറയാണ്, ഈ അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയും ഇതൊക്കെ ചെയ്തത് കൊണ്ടൊന്നും നിങ്ങൾ എങ്ങോട്ട് പോകത്തില്ല, സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ അത്ഭുതം ചെയ്തവരും ഈ പറഞ്ഞ ദൈവദാസനും അല്ലാത്തൊരു കൂട്ടരിപ്പുണ്ട്. അല്ലേ? അതാരാ? ആ യോഗത്തെ സംബന്ധിച്ച് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് പറയാം, നിങ്ങൾ വിധിക്കരുത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്. മനസ്സിലാകുന്നോ? ഈ മൂന്നാമത്തെ ആൾ പറയാണ്, ഞാൻ ആ യോഗത്തിൽ ഉണ്ടായിരുന്നു, എൻ്റെ മുമ്പിൽ വെച്ചാണ് അവിടെ മുടന്തൻ. നിങ്ങൾക്ക് പിടികിട്ടിയില്ല ഞാൻ പറഞ്ഞ എന്താന്ന്. പ്രീസലോ, എൻ്റെ കൺമുമ്പിൽ വെച്ച ഇതെല്ലാം നടന്നത്. കർത്താവിൻ്റെ നാമത്തിൽ അവരിതെല്ലാം. പക്ഷേ ആ കർത്താവ് പറയാം, എനിക്ക് നിങ്ങളെ പിടികിട്ടുന്നുണ്ടോ ആഴം? എന്തൊരവസ്ഥയാന്ന് നോക്കി. അപ്പം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞ? അത്ഭുതമില്ലെന്നാണോ? അങ്ങനെയല്ല. അത്ഭുതമില്ലെന്നോ അടയാളമില്ലെന്നോ അല്ല. അതിൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ അവിടുത്തെ പൊതു പ്രശ്നം എന്താണെന്ന് അവിടെ എഴുതി. എന്താണെന്നറിയാമോ? ഈ അത്ഭുതം ചെയ്തവരും അടയാളം ചെയ്തവരും ഒന്നും യേശുവിൻ്റെ നാമത്തിലല്ല ചെയ്തതെന്നല്ല, യേശുവിൻ്റെ നാമത്തിലാണ്. അവിടെ നടന്നത് ഒരു മാജിക് ആയിരുന്നോ? അല്ല, റിയൽ മിറക്കിൾസ് തന്നെയാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അടിസ്ഥാനം പാറയല്ല, അടിസ്ഥാനം മണലായിപ്പോയി. താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്കറിയാം. തൊട്ട് താഴെ അതിൻ്റെ 24 വേഴ്സ് 24. അടുത്തത് അത് വീണില്ല.
ആ ആ അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. എൻ്റെ ചോദ്യം നിങ്ങളോട്, ഈ വൻമഴയും കാറ്റും ഇതെല്ലാം രണ്ടിടത്തും അടിച്ചില്ലേ? വചനത്തിൽ നിൽക്കുന്നവൻ്റെ മേലും കാറ്റുണ്ട്, വചനത്തിൽ നിൽക്കുന്നവൻ്റെ മേലും വൻമഴയുണ്ട്, വചനത്തിൽ നിൽക്കുന്നവനും വലിയ പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ വീഴാതിരിക്കണമെങ്കിൽ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമായിരിക്കണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ മിറക്കിൾസ് ഇല്ലെന്നല്ലല്ലോ പറഞ്ഞത്. അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ദൈവസഭയ്ക്കുള്ളതാ. അല്ലൊന്നും നമുക്ക് ആർക്കും എതിർക്കാൻ പറ്റത്തില്ലല്ലോ. വചനത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി വീര്യപ്രവൃത്തികളെല്ലാം ദൈവസഭയ്ക്കുള്ളതാ, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം പ്രൊജക്റ്റ് ചെയ്യുന്നത് അത്ഭുതങ്ങളെ അടയാളങ്ങളെ അല്ല, എറ്റേണിറ്റിയാണ്, നിത്യതയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് വ്യത്യാസം. കർത്താവിൻ്റെ കാലത്ത് കർത്താവ് സൗഖ്യം, ഈ പറഞ്ഞ കർത്താവ് എനിക്ക് നിങ്ങളെ അറിയത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് സൗഖ്യം ചെയ്തിട്ടില്ലേ? പറ. ഇത് നമ്മൾ ചിന്തിച്ച് നോക്കി, എന്താ ഈ പറയണേ? കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. അപ്പോസ്തലന്മാർ സൗഖ്യമാക്കിയിട്ടില്ലേ? പൗലോസ് ഈ കള്ളന്മാർക്കെതിരെ ശക്തമായി സംസാരിച്ച ആളാ. ആ പൗലോസ് സൗഖ്യമാക്കിയിട്ടില്ലേ? ഉണ്ട്. അപ്പം ഞാനിത് ചെയ്തിട്ട് ഞാനിത് ഇല്ല എന്ന് പറയുന്ന തിയോളജി അല്ല ബൈബിളിൻ്റെ. ഇതുണ്ട്. പക്ഷെ ഇതിൻ്റെ വ്യത്യാസം എന്താ? നമ്മളിത് മനസ്സിലാക്കിയതിലുള്ളൊരു വ്യത്യാസമുണ്ട്. ഞാൻ ആ മെസ്സേജിൻ്റെ സത്യസന്ധത ഒന്ന് പ്രൂവ് ചെയ്യുക, അല്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയി എന്നല്ല. ആ മെസ്സേജ് ദൈവം, പൂച്ച ഏതായാലും എലിയെ പിടിച്ചാൽ മതിയല്ലോ, ആരിലൂടെ ആയാലും ദൈവം സംസാരിച്ചാൽ മതിയല്ലോ. ഇപ്പം നമ്മളോട് സംസാരിച്ച ദൈവത്തിൻ്റെ ശബ്ദം ഒന്ന് ഉറപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് പുരുഷാരത്തിന് നടുവിൽ വന്നു. 12 വർഷമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും വിറ്റ് ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തൊരു സഹോദരി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു, ഇല്ലേ? സൗഖ്യമായി. സൗഖ്യം നടന്നില്ലേ? പറഞ്ഞ ദൈവമക്കളെ, സൗഖ്യം നടന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചേ, കർത്താവ് ആ ആൾക്കൂട്ടത്തിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോ? 12 വർഷമായി ഇവിടെ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞൊരു രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു സഹോദരി ഉണ്ടെന്ന് ആത്മാവ് എന്നെ കാണിക്കുന്നു. ആ സഹോദരി മുന്നോട്ട് വരാവോ? പറഞ്ഞോ? എന്നാ കർത്താവിന് അറിയല്ലേ? എന്നെക്കാളും സാജൻ ഭാഷയെക്കാളും ഇവിടെ ഉള്ള ഏത് കൊടി കെട്ടിയ മിറക്കിൾ കൃപാവരനേക്കാളും അറിവുള്ള സാക്ഷാൽ ദൈവമാണ് നിൽക്കുന്നത്. അറിയത്തില്ലേ? അത്രയും പേരുടെ മുമ്പിൽ, ആ വലിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ നല്ല ഹീറോ ആവാൻ കിട്ടിയ ഒരു അവസരമല്ലേ? കർത്താവ് വിളിച്ചോ? പറ. അവൾ വന്ന് വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചു പോയി. പൗലോസും ശുശ്രൂഷകന്മാരും ലുസ്ത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രസംഗിക്കാനെത്തിയപ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുത്തൻ അവിടെ നിന്ന് വചനം കേട്ടു. പൗലോസോ കൂടെയുള്ളവരോ വിളിച്ചോ? ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ളൊരു സഹോദരൻ ഇവിടെ എവിടെയോ ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട്. ഉണ്ടോ ലേലം വിളിച്ചോ? പക്ഷെ സൗഖ്യം നടന്നില്ലേ? നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ ദൈവിക സൗഖ്യം ദൈവം ചെയ്യും. അത് ദൈവം ചെയ്യും. ഓരോ ആഴ്ചയിലും നിങ്ങളിവിടെ ആരാധനയ്ക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണിന് പ്രത്യക്ഷമായി വിളിച്ചു മുമ്പിൽ വരുത്തിയില്ലെങ്കിലും, നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി ഒന്നും നടന്നില്ലെങ്കിലും, ദൈവത്തെ ആരാധിച്ചിട്ട് കടന്നു പോകുന്ന ദൈവ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കുന്നത്. അത് പ്രത്യക്ഷത്തിൽ പ്രൊജക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവപ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ സേവിക്കുന്നത്. കാരണം ഈ ദൈവം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമായതുകൊണ്ടാണ്. പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവം. അതുകൊണ്ട് ആ ജീവനുള്ള ദൈവം എന്ന് നമ്മൾ പറയും. ജീവനുള്ളതിനല്ലേ കാണാനും കേൾക്കാനും വർത്താനം പറയാനും ഒക്കെ പറ്റുള്ളൂ. അപ്പം ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാതെ ദൈവദാസൻ ഇവിടെ പ്രസംഗിച്ചത് അത്ഭുതമില്ല, അടയാളമില്ല, ഒന്നൊന്നുമല്ല പറഞ്ഞത്. ഇതെല്ലാം അവിടെ കിടക്കട്ടെ. ഇതെല്ലാം ചെയ്തിട്ടും കാഹളനാദത്തിങ്കൽ കൈവിടപ്പെട്ടു പോയാൽ ഒരു പ്രയോജനവുമില്ല എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നുള്ള ഗൗരവമായ വിഷയം. അതാണ് പരിശുദ്ധാത്മാവ് പ്രിയ സഹോദരനിലൂടെ നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം അത്ഭുത അടയാളമൊക്കെ ഉണ്ട് അവിടെ കിടക്കട്ടെ, പക്ഷേ നിത്യതയാണ് പ്രധാനം. അതാണ് വളരെ നന്നായി ദൈവം ഉപയോഗിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ചേർന്ന് നമ്മൾ ഇന്ന് അല്പസമയം കൂടെ ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. നമ്മൾ ഒരല്പം കൂടെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. വായിച്ചാട്ടെ. അടുത്ത വാക്യം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. മതി. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് നമുക്കറിയാം, ഇത് ഒരു സുവിശേഷ യോഗമല്ല, ഇത് ഒരു സഭായോഗമാണ്. ദൈവകുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ്. ഇവിടെ ഏറെക്കുറെ എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. പുറത്തു നിന്ന് അങ്ങനെ ആ അനുഭവം ഇല്ലാത്തവരാരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആമേൻ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നുള്ളതാണ് വായിക്കുന്നത്. എന്താണ് സഭ? നമുക്ക് സഭയെക്കുറിച്ചുള്ള അറിവ് എന്താണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. എന്താണ് സഭ? നമ്മൾ ചിലർ പറയും അസംബ്ലീസ് ഓഫ് ഗോഡ്, ചിലർ പറയും ചർച്ച് ഓഫ് ഗോഡ്, ചിലർ പറയും ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്. പിന്നെ വേറെ കൂട്ടർ പറയും ഇതെല്ലാം ഓഫാണ്, ഞങ്ങളത് അങ്ങനല്ല, ഷാരോൺ അത് ഓണാ, മറ്റേതെല്ലാം ഓഫാ. അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ്, ഷാർ ഓൺ, അത് ഓണാന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഷാരോൺ ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡ്, IPC, അല്ലെങ്കിൽ പിന്നെ 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 ഇങ്ങനെ പുതിയതെല്ലാം ഉണ്ടല്ലോ. ഒരക്ഷരം ഇപ്പുറത്തോട്ട് മാറ്റി ഒരക്ഷരം ഇപ്പുറത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ അടുത്ത ചർച്ച് ഇത് തിരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കുക. അപ്പോൾ എന്താണ് സഭ എന്ന ചോദ്യത്തിന് നമ്മൾ പറയും IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ഷാലോം, ഷാരോൺ, ഇതൊന്നും സഭയല്ല. പിണങ്ങരുത്, പ്രസംഗം തീർന്നില്ലല്ലോ, അതുകൊണ്ട് പിണങ്ങരുത്. ഇത്രയും പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ആ പ്രശ്നം. നിർത്തിയില്ല. ഇതൊന്നും സഭയല്ല, ഇതെല്ലാം സംഘടനകളാണ്, പ്രസ്ഥാനങ്ങളാണ്, സംഘടനകളാണ്. എന്നാൽ ഈ സംഘടനയ്ക്കകത്തെല്ലാം എന്തുണ്ട്? സഭയുണ്ട്. ആ സഭയെ ചേർക്കുവാനാണ് ആര് വരുന്നത്? കർത്താവ് വരുന്നത്. സഭ എന്താ നമുക്ക് പഠിക്കാം. സഭ എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കും അറിയാം, എന്നാലും വേറെ ചില ചിന്തകളാണ് പറയുന്നത്. അപ്പോൾ IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ തുടങ്ങിയതെല്ലാം പ്രസ്ഥാനങ്ങളാണ്. ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം സഭയുണ്ട്. എന്നാൽ ഈ പ്രസ്ഥാനത്തെ ഉൾപ്പെട്ടവരെ കൊണ്ടുപോകാനല്ല യേശു വരുന്നത്. ആണോ? അല്ല, സഭയെ ചേർക്കാൻ. IPCക്കകത്ത് സഭയുണ്ട്. അപ്പോൾ തന്നെ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് കസേരയ്ക്ക് അടിക്കുന്നവരില്ലേ? ഇല്ലേ? ആരാധന കഴിഞ്ഞ് കർത്തൃമേശം കഴിഞ്ഞ് വിശുദ്ധ ചുംബനവും കൊടുത്തേച്ച് കസേര എടുത്ത് അടിക്കുന്ന കമ്മിറ്റിക്കാരില്ലേ? ഇല്ലേന്ന്? ഉണ്ട്. ഇവരെല്ലാം IPCയിലല്ലേ? ഇവരെല്ലാം AGയിലല്ലേ? ഇവരെല്ലാം ചർച്ച് ഓഫ് ഗോഡിലല്ലേ? ഈ കസേര കൊണ്ട് അടിക്കാൻ നിന്നവനെ കൊണ്ടുപോകാനാണോ കർത്താവ് വരുന്നത്? അല്ല. ഇതിലൊന്നും പെടാതെ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ സഭയുടേതായ മറ്റു വിധ കാര്യങ്ങളിലോ ഈ കമ്മിറ്റികളിലോ കസേരകളിലോ ഇതൊന്നിലും പെടാതെ എനിക്ക് എൻ്റെ കർത്താവിനെ ആരാധിക്കണം. ആമേൻ. എനിക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. ആമേൻ. വേർപാടോടുകൂടെ ജീവിക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം, വല്ലവിധേനയും കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടണം. അതുകൊണ്ട് കുറുകി ഞരങ്ങി കാത്തിരിക്കുന്ന കുറുപ്രാവിനെ പോലെ ആമേൻ കർത്താവിൻ്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു കൊച്ചു കൂട്ടം ഈ പറയപ്പെട്ട എല്ലാ ഡിനോമിനേഷൻ്റെ അകത്തുമുണ്ട്. അവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നത്. നമ്മൾ ആ കൂട്ടത്തിലാകണമെന്നാണ് പറയുന്നത്. സ്തോത്രം. നമ്മൾ ആ കൂട്ടത്തിൽ, അല്ലാതെ നമ്മൾ ഇവിടെ കമ്മിറ്റിക്കാർ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കി രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി ഉടനെ നമ്മൾ പറയാം ഞാനിനി ആ ചർച്ചിൽ അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. ശരി, പിന്നെ എവിടെ പോകാനാ? അപ്പുറത്തൊരു അവിടെ ഇതിനേക്കാൾ വലിയ അടിയാ. നമ്മളീ പ്രശ്നമില്ലാത്ത ഒരു ചർച്ച തിരക്കി നടക്കുകയാണോ? എന്നാ പിന്നെ ഞാൻ എപ്പോഴേ പോകണം ഇവിടുന്ന്? സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ നമ്മൾ പലപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും മൂക്ക് വീർപ്പിച്ച് കാണിച്ചാൽ ഉടനെ നമ്മുടെ പിണക്ക യേശുവിനോടാ അല്ലേ? ഞാൻ ഇനി അങ്ങോട്ട് നമ്മൾ സംഘടനയിൽ വരുന്നതാണെന്ന ബോധ്യം നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു സംഘടന പ്രശ്നമുള്ളപ്പോൾ അടുത്ത സംഘടനയിൽ പോകാൻ ശ്രമിക്കുന്നത്. ഞാൻ സഭയിലാണ് വരുന്നത്. എന്താണ് സഭ? ഞാൻ പിന്നാലെ പറയാം.
ഞാൻ സഭയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണ്. ഇതൊന്നും എൻ്റെ മാറ്ററല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബോധ്യത്തോടെ വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ. അല്ലാതെ ഈ സഭയിലുള്ളവരെല്ലാം ദൂതന്മാരാ, വിശുദ്ധന്മാരാ, പെർഫെക്റ്റാ, ഒരു പ്രശ്നവുമില്ല ചർച്ചിനകത്ത്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നോഹയുടെ പെട്ടകം ഒന്ന് ചിന്തിച്ച് നോക്ക്. നോഹയുടെ പെട്ടകം, നോഹ അതിൻ്റെ അകത്ത് കിടക്കുക അല്ലേ? അതിൻ്റെ അകത്ത് കടിക്കുന്ന സിംഹമുണ്ട്, പുലിയുണ്ട്, കരടിയുണ്ട്, കടുവയുണ്ട്, പ്രാവുണ്ട്, കാക്കയുണ്ട്, ആട്, മാട്, പശു, പോത്ത്, എരുമ എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നോഹ. ഇതാണ് സഭയുടെ അവസ്ഥ. മനസ്സിലായോ? ഇതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്ന നോഹ എങ്ങാനും നേരിട്ട് കണ്ടെങ്കിൽ ഒരു അവാർഡ് കൊടുക്കണ്ടേ? എന്തോരോ ഐറ്റങ്ങൾ. അതൊക്കെ വലിയ. ഞാൻ സത്യം പറഞ്ഞ ഈ സഭാ ചാർജ് എടുക്കാതെ പോകുന്നുണ്ട് ഞാനിങ്ങനെ സമാധാനത്തിൽ പോകുന്നത്. ചെറിയ കാര്യമല്ലെന്ന്, എല്ലാത്തിനും വഹിച്ചുകൊണ്ട് പോണ്ടേ, ചെറിയ കാര്യമല്ല. വിസിറ്റിങ്ങിന് നമ്മൾ ശനിയാഴ്ച വിസിറ്റിങ്ങിന് പോകുന്ന പതിവുണ്ട് നാട്ടിൽ. ഞായറാഴ്ച ആരാധന. അപ്പോൾ ശനിയാഴ്ച വിസിറ്റിങ്ങിന് പോയി 4 വീട്ടിൽ ചെന്ന് 5ാമത്തെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കണം. പിറ്റേന്ന് ആരാധനയ്ക്ക് ഇരിക്കണ്ടേ? അപ്പോൾ അവിടെ ഇരുന്ന് ഭാര്യയും മക്കളെയും ഭർത്താവിനെയും വിളിച്ചിരുത്തി കാര്യം പറഞ്ഞ് വിഷയം വന്നപ്പോൾ 8-9 മണിയായി. അപ്പോൾ ഇനി ആ സമയത്തിന് അടുത്ത വീട്ടിൽ വിസിറ്റിങ്ങിന് ചെന്ന് കയറുന്നത് ശരിയല്ലെന്ന് ഓർത്തിട്ട് ദൈവദാസൻ തിരിച്ച് വീട്ടിൽ വന്നു. പിറ്റേന്ന് ആരാധനയ്ക്ക് വന്നപ്പോൾ ഒരു കുടുംബം മിണ്ടുന്നില്ല. എന്താ, ഇന്നലെ അപ്പുറത്ത് വരെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ എന്തോരം മെനകേടാന്ന് നോക്ക്. എന്നാൽ ഇവരോട് പറയാൻ പറ്റുമോ അപ്പുറത്തെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ആട്ടിച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു, അത് പരിഹരിക്കാനാണ് ഞാൻ അവിടെ ഇരുന്നേന് ഇവരോട് പറഞ്ഞാൽ പിറ്റേ ദിവസം മനോരമയിലും മാതൃഭൂമിയിലും. മനസ്സിലായോ? ചെറിയ കാര്യമല്ലെന്ന്. നമ്മൾ സഭ എന്ന് ചിന്തിക്കുന്ന സഭ അത് വലിയൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഞായറാഴ്ച വന്ന് 2 പാട്ട് പാടി പോകുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ദൈവസഭയ്ക്ക് ഗൗരവമുണ്ട്. അപ്പം നമ്മൾ ഒന്നാമത് ചിന്തിച്ചു വരുന്നത് എന്താ ഈ സഭ. അപ്പം ഇവിടെ പറഞ്ഞു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട്. അപ്പം കർത്താവ് സഭയോട് ചേർക്കുക എന്ന് പറയുമ്പോൾ സഭയുടെ ഉടമസ്ഥൻ കർത്താവാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന്. എവിടെങ്കിലും സഭ പൊളിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് നീയാണല്ലോ, എന്നിട്ട് ആ സഭ തകർന്നു. സഭയല്ല തകർന്നത്, സംഘടനയാണ് പൊളിഞ്ഞത്. സംഘടന കർത്താവിന് കഴിവില്ലാത്തിട്ടൊന്നുമല്ല, സംഘടന പൊളിഞ്ഞു. കാരണം അതിൻ്റെ അകത്ത് അടിയും വഴക്കുമായിട്ട് അത് പൊളിഞ്ഞു. അതിൻ്റെ അകത്ത് സഭയില്ല. സഭ പൊളിയത്തില്ല. സഭ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ. പൊളിയത്തില്ല, പൊളിയാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷെ സഭയായി ആണോ നമ്മൾ നിലനിൽക്കുന്നതെന്ന് പരിശോധിക്കപ്പെടണം. എപ്പോഴെങ്കിലും സഭയുടെ അനുഭവത്തിൽ നിന്ന് മാറി സംഘടനയുടെ അനുഭവത്തിലേക്ക് നാം കയറുന്നെങ്കിൽ പൊളിയുന്നതിൻ്റെ ലക്ഷണം ആരംഭിക്കും. അപ്പൊ സഭ, അപ്പൊ കർത്താവാണ് സഭയിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെ? രക്ഷിക്കപ്പെടുന്നവരെ. ഇപ്പൊ നമ്മുടെ ചർച്ച് അല്ലെങ്കിൽ നമ്മുടെ പള്ളി, അങ്ങനെ പറയാം, നമ്മുടെ പള്ളിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടത്തിൻ്റെ അകത്ത് 2 കൂട്ടം ആളുകൾ വരും. ഒന്ന് രക്ഷപ്പെടാൻ വരുന്നവര്, 2 രക്ഷിക്കപ്പെടുന്നവര്. രക്ഷിക്കപ്പെടുന്നവരെ ആര് കൊണ്ടുവരുന്നേ? കർത്താവ് കൊണ്ടുവരും, ദൈവാത്മാവ് കൊണ്ടുവരുന്നത്. രക്ഷിക്കപ്പെടുന്നവരെ ആ സഭയോട് ചേർക്കുന്നത്. രക്ഷപ്പെടാൻ വരുന്നവരുണ്ടല്ലേ. മറ്റേ സുമതി പെന്തക്കോസിൽ പോയി രക്ഷപ്പെട്ടു, രമണിയും പോയി രക്ഷപ്പെട്ടു, നമുക്കും ഒന്ന് പോണം എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അങ്ങനെ വരുന്നവരുണ്ട്. അവർ പിന്നീട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ ഇടപെട്ടൊരു പക്ഷേ അവർ രക്ഷിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് വരാതെ ഇരിക്കാം. ഗൾഫിൽ നിന്ന് ഒരു സഹോദരി എന്നെ ഫോൺ ചെയ്തു. ഗൾഫിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു സംശയം ചോദിക്കാനാണ് വിളിച്ചത്. എന്നാ പാസ്റ്റർ, മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഞാനിപ്പോൾ ഈ അടുത്ത നാളായി നിരന്തരമായി കേട്ടു തുടങ്ങി. അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം, വചനം ഒത്തിരി പഠിക്കാൻ പറ്റുന്നുണ്ട്, സന്തോഷം. പഠിച്ചു വന്നപ്പോൾ ഒരു സംശയം ചോദിക്കാൻ വിളിച്ച. എന്നാ കാര്യം? പിന്നെ ഞാൻ ഒന്നുകൂടെ സ്നാനപ്പെടണമെന്ന് തോന്നുന്നു, എനിക്കൊന്നുകൂടെ സ്നാനപ്പെടണമെന്ന് തോന്നുന്നു, തെറ്റുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെട്ടതാണോ? അതെ. പിന്നെ എന്തിനാ ഇപ്പോൾ ഒന്നുകൂടെ സ്നാനപ്പെടുന്നത്? ഈ സ്നാനം എന്താണെന്നും സ്നാനപ്പെടുന്നത് എന്തിനാണെന്നും എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. അപ്പോൾ നിങ്ങൾ എന്നാ സ്നാനപ്പെട്ട? മുമ്പ് ഒരു 8-9 വർഷമായി. എന്തിനാ അന്ന് സ്നാനപ്പെട്ടെ? പക്ഷേ അന്ന് നാട്ടിലായിരുന്നു, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജീവിതം മുരടിച്ചു നിന്ന സമയത്ത്
കുവൈറ്റിലേക്ക് ഒരു വിസ ഒരാൾ തരാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സഭയിൽ ഞാൻ പോയി. അപ്പോൾ അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, വിസ കിട്ടണമെങ്കിൽ സ്നാനപ്പെടണം. എനിക്ക് വേറൊന്നും അറിയത്തില്ല. സ്നാനപ്പെട്ടാൽ സകല ബന്ധനങ്ങളും ദൈവം മാറ്റും, നിനക്ക് വിസ തരുമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മുമ്പ് ഇനി സ്നാനപ്പെടാനല്ല, ഈ കിണറ്റിൽ ചാടാൻ പറഞ്ഞാലും ഞാൻ ചാടുന്ന സമയം വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടു. വിസയും കിട്ടി. അപ്പൊ സഹോദരൻ ഉള്ള അന്ന് ചിന്തിച്ചെന്താ, സ്നാനപ്പെട്ടത് കൊണ്ടാണ് എനിക്ക്. പലരുടെയും ചിന്ത അങ്ങനെ. നേരത്തെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ നമ്മുടെ ചിന്ത ദൈവം എൻ്റെ കൂടെ ആണെന്നാ. അത് തെറ്റാണ്. ലോകത്തിലുള്ള സകല മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അപ്പൊ സൃഷ്ടികളിൽ നിന്ന് മക്കളെന്ന പദവിയിലേക്ക് വരിക എന്നുള്ളതാണ് വിഷയം. സൃഷ്ടിയായിരിക്കുന്നവർക്കെല്ലാം സൃഷ്ടാവ് പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും. അതിന് പ്രശ്നമൊന്നുമില്ല. അതാ ദൈവദാസൻ നേരത്തെ പറഞ്ഞേ. ഹൃദയം നുറുങ്ങിയ പെന്തിക്കോസുകാർക്കുന്നുണ്ടോ? ഹൃദയം നുറുങ്ങിയ കത്തോലിക്കർക്ക് ആണോ? ഹൃദയം നുറുങ്ങിയ മർത്തോം ആണോ? ഹൃദയം നുറുങ്ങി യേശുവേ എന്ന് വിളിച്ചാലും ദൈവം പ്രാർത്ഥന കേൾക്കും. അമ്പലത്തിൽ പോകുന്നവൻ്റെയും കേൾക്കും. പാസ്റ്റർ എന്തോ അങ്ങനെ? അമ്പലത്തിൽ പോകുന്നവൻ്റെയും കേൾക്കും. വർഷങ്ങളായി ചർച്ചിൽ ആരാധനയ്ക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അന്യഭാഷയും പറഞ്ഞിരുന്നിട്ട് ഇന്നും ഒരു കുഞ്ഞിക്കാല് തരണേ എന്നും പറഞ്ഞിരിക്കുന്നവരില്ലേ? ഇല്ലേ? ഒരു കുഞ്ഞിനെ കാണാൻ പ്രാർത്ഥിക്കുന്നവരില്ലേ? മക്കളില്ലാത്തവർ സഭയിലില്ലേ? ഉണ്ട്. അതേസമയം നമ്മൾ നാട്ടിൽ ചെല്ലുമ്പം മറ്റേ അവിടെ അമ്പലത്തിൽ പോയി ഉരുളി കമത്തി ഇരട്ട പറ്റുന്നു. കേട്ടിട്ടില്ലേ? സത്യമല്ലേ? അവരിതുവരെ പള്ളി വന്നിട്ടില്ല. അവർ അമ്പലത്തിൽ പോയി ഉരുളി കമത്തി ഇരട്ട പറ്റൂ അല്ലേ? ആരാ? ഉരുളിയാണോ കൊച്ചിനെ കൊടുത്തേ? ഉരുളിയാണോ കൊച്ചുങ്ങളെ കൊടുത്തേ? ബൈബിൾ പറയുന്നു, മക്കളെ യഹോവയുടെ ദാനം. ദൈവമാ ഉരുവാക്കുന്ന കുഞ്ഞുങ്ങളെ. അവിടെ കുഞ്ഞിനെ ഉരുവാക്കിയിട്ടുണ്ടെങ്കിൽ അത് സൃഷ്ടാവ് കൊടുത്തതാ. പക്ഷെ ഈ ദൈവമാണ് ഇത് ചെയ്തതെന്ന് അവരറിയുന്നില്ലാത്തത് കൊണ്ട് മഹത്വം അവർ മറ്റൊന്നിന് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സുമതി ആശുപത്രി ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഈശ്വര എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി ആ കുഞ്ഞിന് ഒരു സൗഖ്യം കൊടുക്കുന്നെങ്കിൽ അത് ജീവനുള്ള ദൈവമാണ് കൊടുക്കുന്നത്. പിശാച് അറക്കാനും മുടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനോ വരുന്നത്, സൗഖ്യമാക്കാനല്ല വരുന്നത്. അപ്പൊ ദൈവം ആ സൗഖ്യം കൊടുക്കുന്നത്. പക്ഷെ ദൈവമാണ് ചെയ്തതെന്ന് അവരറിയാത്തത് കൊണ്ട് അവർ മഹത്വം മറ്റൊന്നിന് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അറിവില്ലായ്മ. നമ്മളങ്ങനെ കൊടുത്തവരാ. അതുകൊണ്ടാണ് പറഞ്ഞ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല, അറിയത്തില്ല. അപ്പൊ അവിടെ സൗഖ്യം ദൈവം കൊടുക്കാം, പ്രശ്നമില്ല. അതിന് വിശ്വാസി സഭയാകണമെന്നില്ല എന്നാ പറഞ്ഞത്. ആമേൻ. അപ്പൊ നോക്ക്, അതുകൊണ്ടല്ലേ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി എടുക്കണ്ട. 10-ാം അധ്യായത്തിൽ ഒരു മനുഷ്യനെ കാണാം. ആരാ? കൊർന്നൊല്യോസിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. എന്താ? ഒന്ന്, അവൻ ഭക്തനും തൻ്റെ സകല കുടുംബത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും, പുണ്യപ്രവൃത്തി ആരെന്തു ചോദിച്ചാലും കൊടുക്കും. എപ്പോഴും നമുക്കില്ലാത്ത ക്വാളിറ്റിയാണ് അത്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരല്ലല്ലോ. ഞായറാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പോൾ പാസ്റ്ററും അമ്മാമേ ഉള്ളൂ, ഞായറാഴ്ച ഉള്ളൂ നമ്മൾ. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്തു അല്ലേ? അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ വരുന്നത് സ്പഷ്ടമായി. അപ്പം കൃത്യം ദർശനം കാണുന്ന കൃപയുണ്ട് ആൾക്ക്. മനസ്സിലായോ? കൃത്യം ദർശനം സ്പഷ്ടമായി കണ്ടെന്നല്ല നമ്മുടെ പെന്തക്കോസുകാർ കാണുന്ന പോലെ ഒരു ഓലമടൽ താഴോട്ട് വീഴുന്നു അല്ലേ? ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേടി ചക്കപ്പഴം ഇങ്ങനെ പഴുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാം, ചക്കയും മാങ്ങയും തേങ്ങയൊന്നും അല്ല, പുള്ളി കണ്ടു, സ്പഷ്ടമായിട്ട് കണ്ടു. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കണ്ടോ? ദർശനമെന്ന് പറയരുത്, ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല. യോസേപ്പ് കണ്ട സ്വപ്നത്തിൽ നെൽക്കതിരും അല്ലേ? കുഴപ്പമില്ല. ഞാനൊരു സ്വപ്നം കണ്ടു, അത് പറയുന്ന പ്രശ്നം. ദൈവാത്മാവ് എന്നെ ഒരു ദർശനം കാണിച്ചു. ദർശനത്തിനൊക്കെ പക്കാ ക്ലാരിറ്റി ഉണ്ടാവും. യോഹന്നാൻ ദർശനം കണ്ടു. എന്താ കണ്ടത്? ഏതോ കുറച്ച് വിളക്കാണോ അതോ തൂണാണോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ തിളങ്ങുന്ന പോലെ, അങ്ങനെ വല്ലതും ആണോ? യോഹന്നാൻ പറ, 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശമുള്ള കാലുകളുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, രാജമുടി ധരിച്ചവനായി, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം പുറപ്പെടുന്നവനായി. അല്ലേ? എന്തൊരു ക്ലാരിറ്റി!
ദൂതൻ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. അപ്പൊ അഞ്ചാമത്തെ യോഗ്യത ദർശനം കണ്ടു. എന്നിട്ട് കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അടുത്ത വാക്കെന്താ? അവൻ ഉറ്റുനോക്കി ഭയപരവശനായി. എന്താ 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 കർത്താവേ എന്ന് ചോദിച്ചു. അവൻ നോക്കേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയും എവിടെത്തി? ദൈവം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇവന്റെ പ്രാർത്ഥന, ഇവന്റെ പുണ്യപ്രവൃത്തി എവിടെ എത്തി? പറ. സ്വർഗത്തിലെത്തി. നമ്മുടെ പ്രാർത്ഥനയോ? നമ്മൾ പ്രാർത്ഥിച്ചു, പലവട്ടം പ്രാർത്ഥിച്ചു, വിടുതലില്ല. അവസാനം നമ്മൾ ടി വിക്കകത്ത് കണ്ട നമ്പറിൽ വിളിച്ച് കൃപാവരക്കാരനെ വിളിച്ചു. പുള്ളി വന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയുടെ മണ്ഡലങ്ങൾ അന്തരീക്ഷ മണ്ഡലത്തിൽ പിശാച് തടഞ്ഞു വെച്ചിരിക്കുന്നു. ദാനിയേലിന്റെ വിഷയം തടഞ്ഞ പോലെ തടഞ്ഞിരിക്കുന്നു. 3 ദിവസം വിഷയത്തിന്റെ പുറത്ത് കയറിയിരുന്നാൽ തടസ്സം പറയാം. അങ്ങനെ 3 ദിവസം പുറത്ത് കയറിയിരുന്നു, ഉപവസിച്ച് വെട്ടി ഫൽസിച്ച് എന്നിട്ടൊക്കെയാ നമ്മുടെ പ്രാർത്ഥനകൾ. ഇവന്റെ ഒരു വിശാചം തടഞ്ഞില്ല. മനസ്സിലായോ? പ്രാർത്ഥനയും പുണ്യപ്രവൃത്തിയും എല്ലാം എവിടെ എത്തി? സ്വർഗത്തിൽ ദൈവത്തിന്റെ മുമ്പിലെത്തി. അടുത്ത വാക്ക്, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മരുപേരുള്ള ശീമോനെ വരുത്തുക. നിൽക്കട്ടെ, ഇവിടെ വേണമെങ്കിൽ ഈ പട്ടാളക്കാരൻ അധികാരി കൊർന്നേലിയോസ്, ഈ പട്ടാളക്കാരന് വേണമെങ്കിൽ ദൂതനുമായിട്ടൊന്ന് പിണങ്ങാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. ഈ വാക്യത്തിലുണ്ട്. വേണമെങ്കിൽ ഒന്ന് ചോദിക്കും. ഞാൻ ആ സംഭാഷണം എൻ്റെതായ രീതിയിലൊന്ന് പറയാം. ദൂതനോട് എന്നാ പറഞ്ഞ്? യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തണം. എന്തിന്? പുള്ളിക്ക് ചോദിച്ചൂടെ? എൻ്റെ ചിന്തയാണ് പറയുന്നത്. എൻ്റെ ചിന്തയാണ്, അതിലുള്ളതല്ല. എൻ്റെ ചിന്ത പറയാം. എന്തിന്? അയാൾ ശീമോനോ? അതാരാ? അല്ല, പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന പുള്ളിയല്ലേ ഇപ്പോൾ വെള്ള ഉടുപ്പ് ഇട്ട് കൊട്ടാൻ നടക്കുന്നേ? ഉപദേശി അല്ലേ? പണ്ട് മീൻ പിടുത്തമല്ലായിരുന്നു പുള്ളിയുടെ ജോലി. ഇപ്പം അങ്ങാണ്ട് കൊട്ടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ട് പത്രോസ്. പുള്ളി എൻ്റെ വീട്ടിൽ ഞാൻ അതിൻ്റെ ആവശ്യം എന്തിനാ? 1, ഞാൻ ആരാ? ഭക്തൻ. 2, കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവൻ. 3, പുണ്യപ്രവൃത്തി ചെയ്യുന്നു. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം പോരട്ടെ, ദൈവദൂതനകത്ത് വരുന്നത് സ്പഷ്ടമായിട്ട് കണ്ടു. അതും പോട്ടെ, എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പുണ്യപ്രവൃത്തികളും എല്ലാം എവിടെ എത്തിയെന്നാണ് നീ പറഞ്ഞേ? സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തെത്തി. ഇനി കണ്ട ഉപദേശിമാരെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിക്കേണ്ട കാര്യം എന്താ? അവിടെ ദൂതനൊരു മറുപടി പറയും, കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ അവിടെ എത്തി, പക്ഷെ നീ അവിടെ എത്തത്തില്ല. നീ എത്തണമെങ്കിൽ ഉപദേശിയെ വിളിക്കണം. ഞാൻ പറഞ്ഞ വിഷയം പിടി കിട്ടിയോ? അപ്പൊ പുറത്തുള്ളവൻ പറയുക, ഞാൻ ഇന്ന് വരെയും ചോദിച്ചതൊക്കെ ദൈവം എനിക്ക് കാര്യം എന്താ? ദൈവം എല്ലാം എന്നെ കാണിക്കും. എന്നെ കാണിക്കാതെ ദൈവം ഒന്നും ആയിക്കോട്ടെ, ഇവിടെ കാണിച്ചല്ലോ. പക്ഷേ ഇതെല്ലാം ചെയ്തതുകൊണ്ട് നീ അവിടെ എത്തണമെന്നില്ല. നീ എത്തണമെങ്കിൽ വചനം കേൾക്കണം. 44-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 44. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും എന്തുവന്ന് പറ. അപ്പൊ എൻ്റെ ചോദ്യം നിങ്ങളോട്, നേരത്തെ പറഞ്ഞ 5 യോഗ്യത അവനുണ്ടായപ്പോഴും എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അപ്പൊ ഈ 5 യോഗ്യത ഉള്ളത് കൊണ്ട് അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണമെന്നില്ല. അതാ നമ്മളെക്കാളും നല്ല പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഈ സമൂഹത്തിലുള്ള ഉണ്ടാകാൻ കാരണം. അതുകൊണ്ട് അവന് ഈ പരിശുദ്ധാത്മാവ് ഉണ്ടാവണമെന്നില്ല. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും രക്ഷയിലേക്കും സ്നാനത്തിലേക്കും നയിക്കപ്പെടുന്ന രംഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോഴാണ് ആ വ്യക്തി നിത്യതയ്ക്ക് അവകാശിയായി മാറുന്നത്. അതാ നേരത്തെ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞേ, ഇതെല്ലാം കിട്ടും, പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മൾ അവിടെ എത്തണമെന്നില്ല. അപ്പൊ പള്ളിക്കകത്ത് കയറിയത് കൊണ്ട് നമ്മൾ സഭയാകണമെന്നില്ല. ദർശനം കാണിക്കുന്നു, അതുകൊണ്ട് നീ സഭയാകണമെന്നില്ല. ഈ ചർച്ചിലുള്ള ആരെക്കാളും നല്ലപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് നീ സഭയാകണമെന്നില്ല. ഇല്ല. ആമേൻ. അങ്ങനെ ആകണമെന്നില്ല. പിന്നെ എന്താ സഭ? റോമാലേഖനം 12-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വരാം. വായിച്ചു. ഉണ്ടല്ലോ. സഭയായിട്ട് മാറണമെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് സഭ എന്നാൽ? യേശു ക്രിസ്തുവിന്റെ ശരീരം. ആമേൻ. നാം അതിൻ്റെ പാർട്ടായിരിക്കുന്ന അവയവങ്ങൾ. അത് ചെറിയ കാര്യമല്ലത്. സ്തോത്രം. എന്താ സഭ?
കൊരിന്തി ലേഖനത്തിൽ പൗലോസ് ലേഖ അല്പം കൂടെ വിശദീകരിച്ചു. 1 കൊരിന്തി 12-ാം അധ്യായം 12 മുതൽ നമുക്കൊന്ന് അല്പം ധ്യാനിക്കാം. ആ ആ ആ ക്രിസ്തുവും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും. അടുത്തത്, ശരീരം ഒരവയവമല്ല, പല അവയവങ്ങൾ ഒരു ശരീരത്തിൻ്റെ അകത്തുണ്ട്. ഇല്ലേ? ഉണ്ടോ? അതാ സഭ. ക്രിസ്തു എന്ന ശരീരവും നാം ആ ശരീരത്തിൻ്റെ. അങ്ങനെ ആണോ അല്ലയോ എന്ന് നമുക്കിപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അടുത്ത വാക്ക്, ഞാൻ കൈ അല്ലായക കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ വരുവോ? പറ, നിങ്ങൾക്ക് അത് മനസ്സിലായോ? കാല് പറയുക ഞാൻ കൈ അല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഈ ശരീരത്തിലുള്ളതല്ലേ? ആണ്. നിൽക്ക് അങ്ങനെ പോകാൻ പറ്റട്ടെ. കാല് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഇങ്ങോട്ട് നോക്കെ, നടന്നു പോകുന്ന സമയത്ത് കാലിൽ ഒരു മുള്ളു കൊണ്ടു. ഉടനെ കൈ കെട്ടി നിന്നിട്ട് കൊണ്ടോ? കൊള്ളും. കൊണ്ടോ കയറിയോ കുത്തി? കൊള്ളും. പലയിടത്തൂടെ നടന്ന കാലല്ലേ, നടക്കുമ്പോൾ ഓർക്കണമായിരുന്നു കൊള്ളുമെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുവോ കൈ? പറ ദൈവമക്കളെ. ഈ ശരീരത്തിലുള്ളതാണെങ്കിൽ, ശരീരത്തിൽ ഇല്ലാത്തതാണെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കും. ശരീരത്തിലുള്ളതാണെങ്കിൽ കൊള്ളുന്ന നിമിഷം കൈ പാഞ്ഞു വന്ന് ആ മുള്ളെടുത്ത് കളഞ്ഞ ആ മുറിവിന് വൈദ്യം ചെയ്യും. സഭയിൽ ഒരുത്തനൊരു പ്രതികൂലം വന്നാൽ അവൻ ആ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ളവനാണെങ്കിൽ അവൻ ഓടി അതിന് വൈദ്യം ചെയ്യാൻ ശ്രമിക്കത്തേ ഉള്ളൂ. മാറി നിന്നേച്ച് എന്തോ കാര്യമായ കുഴപ്പം വന്നുകൊണ്ടാണ് അവർക്ക് ഈ രോഗം. നമ്മൾ പറയുന്ന കമൻ്ററിയാ. സഭയിലുള്ളവർക്ക് ഒരു ഇച്ചിരി വലിയൊരു പ്രശ്നം വന്നു, നമ്മൾ പറയും എന്തോ കുരുത്തക്കേട്. ഒപ്പിച്ച് വെറുതെ ഒന്നുമല്ല, അങ്ങനെയൊന്നും വരത്തില്ല. പുള്ളിക്ക് കാര്യമായിട്ട് എന്തോ വീഴ്ച. ഒന്ന് ചിന്തിച്ച് നോക്കേ. അതിനെ വൈദ്യം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എൻ്റെതെന്ന് അവന് മനസ്സിലാകാത്തതിൻ്റെ ഒറ്റ കാരണമേ ഉള്ളൂ. നീ ഇതുവരെ ഈ ശരീരത്തിൻ്റെ അവയവമായിട്ടില്ല. അർത്ഥാൽ നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല. നീ ശരിയായി സഭയായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നടക്കാൻ ഉപയോഗിക്കുന്ന അവയവമാണ് കാല്. ആ ഉപയോഗം കൈ കൊണ്ടില്ലാത്തത് കൊണ്ട് കൈ ശരീരത്തിലുള്ളതല്ലേ? അതെ. അതുകൊണ്ടാണ് പറഞ്ഞത്, കാല് ചെയ്യുന്നത് കൈക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൈ ചെയ്യുന്നത് മൂക്ക് ചെയ്യത്തില്ല, മൂക്ക് ചെയ്യുന്നത് കണ്ണ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇത് ഒരു ശരീരത്തിലുള്ളതല്ലേ? അതെ. ഒരൊറ്റ ദൈവസഭയ്ക്കകത്ത് അവൻ ചെയ്യുന്ന പോലെ നിനക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നിനക്ക് തന്നൊരു കൃപ അവനും ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അല്ലേ? ഉപ്പാകുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അല്ലേ? ഉപ്പ. അതിനകത്ത് ഒത്തിരി മർമ്മമുണ്ട്. അതൊരു പ്രസംഗമാണ്, അതിലോട്ട് പോകുന്നില്ല. അതിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം ഞാൻ എടുക്കാം. ഇപ്പം ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ ചെന്ന് ഒന്നിരിക്കട്ടെ, ഞങ്ങൾ തമ്മിലാകുമ്പം പറയാനുള്ളൊരു സാഹോദര്യ ബന്ധമുണ്ട്, അതുകൊണ്ട് പറയുക. അപ്പം ദൈവദാസൻ പറഞ്ഞു, പാസ്റ്റർ അമ്മമ്മയോട് പറഞ്ഞു, എടി ഷമീർ പാസ്റ്റർ വരുന്നു, നീ പിന്നെ എടിയെന്നൊന്നും വിളിക്കുകയല്ല, പുള്ളി മോളെ എന്നാണ് വിളിക്കുന്നത്. ഞാനതെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. മോളെ എന്ന് ചില ആളുകൾ വിളിക്കും, ഇയാൾക്ക് വയസ്സായിട്ട് ഇയാൾ മോളെ, അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ അതൊരു സന്തോഷമാണ് കേൾക്കുന്ന നമുക്കും. അല്ലേ? ഭയങ്കര. നിങ്ങൾക്ക് സന്തോഷമില്ലേ? നിങ്ങൾ സന്തോഷിക്കണമെങ്കിൽ നിങ്ങളെ വിളിക്കണ്ടേ കെട്ടിയോൻ? അല്ലേ? എന്നാലല്ലേ നിങ്ങൾക്ക് സന്തോഷം. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മോളെ എന്ന് വിളിക്കുന്ന മുമ്പും പിമ്പും വേറെയൊക്കെ ചേർത്തൊക്കെ ആളുകൾ വിളിക്കും. അങ്ങനെയൊന്നും അല്ല, വളരെ സ്നേഹത്തോടാണ് വിളിക്കുക. അപ്പോൾ പറയും, ദൈവവാസിയോട് പറയുക, ഷമീർ പാസ്റ്റർ വന്നു, പിന്നെ നമുക്ക് ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കുക, പെട്ടെന്ന് കൊടുക്കാമെന്നെങ്ങാനും പറഞ്ഞെന്നിരിക്കട്ടെ ഉദാഹരണം. അപ്പം അമ്മാമ്മ ഓടി അടുക്കളയിലോട്ട് കയറി പെട്ടെന്ന് വന്നു, പിന്നെ ചപ്പാത്തിക്ക് ഇച്ചിരി കറി ഉണ്ടാക്കാനായിട്ട് നോക്കി, മുട്ടക്കറി എങ്ങാനും വെക്കാൻ നോക്കി. നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഉപ്പില്ലെന്നു. ഉപ്പ് തീർന്നു പോയി. ഇനിയിപ്പം പാതിരാത്രി അല്ലെങ്കിൽ രാത്രി അസമയത്ത് അയലത്തെ വീട്ടിൽ ചെന്ന് ഉപ്പ് ചോദിക്കുന്ന മോശം. പ്രത്യേകിച്ച് അമേരിക്ക അയലത്തുകാരോട് ഇന്ന് ഉപ്പ് ചോദിക്കുകയല്ലോ. ഇനിയിപ്പോൾ കട അടച്ചു, ഇനിയിപ്പോൾ നാളെ മേടിക്കാൻ പറ്റും, എന്താ ചെയ്യുക എന്നൊക്കെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. ഉടനെ പാസ്റ്റർ പറഞ്ഞു അമ്മാമ്മയോട്, നീ ഉപ്പില്ലാതെ അങ്ങ് ഉണ്ടാക്കുക. ഇപ്പോൾ വേറെ വഴിയില്ല, ഉപ്പില്ലാതെ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സഹോദരിമാർ പറയും,
ഉണ്ടാക്കിയൊക്കെ തരാം, കൊണ്ടങ്ങ് കൊടുത്തോണം, ഞാൻ ആ ഭാഗത്തോട്ട് വരത്തില്ല എന്ന് പറയും. നിങ്ങളുണ്ടാക്കിയെന്നങ്ങ് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ പാസ്റ്ററും ആകെ വിഷമത്തിലായിട്ട് ഇങ്ങനെ അടുക്കളയിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ നിരന്നിരിക്കുന്നു മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, അല്ലേ, കടുക്, ഉലുവ, പെരുംജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം ഇരിക്കുകയാണ്. ഉടനെ പാസ്റ്റർ അങ്ങോട്ട്, നീ മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാനായിട്ട്, ഇന്ന് ഒരു ദിവസം ഒരു നേരം ഒരാൾക്ക്, ഒന്നുകൂടെ പറയാം, ഇന്ന് ഒരു ദിവസം ഒരു നേരം ഒരാൾക്ക്, ഇതിലേതെങ്കിലും വിട്ട് നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? അല്ലേ, പറ്റുമോ? പറ, നിങ്ങളൊക്കെ അടുക്കള ജോലി ചെയ്യുന്നവരല്ലേ, പറ്റുമോ? മുളക് പൊടി നല്ല രസമല്ലേ, എന്നാ കളറാ, പറ്റുമോ? മഞ്ഞപ്പൊടി ഇട്ടാലോ ഉപ്പിന് പകരം, എന്നാ ഗ്ലാമർ, അയ്യോ സ്വർണ്ണ കളറ്, പറ്റുമോ? ഉപ്പിന് പകരം, മനസ്സിലായോ? എത്ര ഗ്ലാമർ ഉണ്ടെങ്കിലും എത്ര ചുവന്നും തുടുത്തും ഇരുന്നാലും നിന്നെക്കൊണ്ട് ചെയ്യിക്കേണ്ടത് ദൈവം മറ്റൊരുത്തനെ കൊണ്ട് ചെയ്യിക്കത്തില്ല. നീ മൂലം വിടുവിക്കപ്പെടേണ്ടത് വേറൊരുത്തൻ മൂലം വിടുവിക്കപ്പെടത്തില്ല. നീ പ്രാർത്ഥിക്കേണ്ടടുത്ത് വേറൊരുത്തൻ പോയി പ്രാർത്ഥിച്ചാൽ നടക്കത്തില്ല. പകരം പറഞ്ഞത് ഓരോ അവയവത്തിനും ഓരോ ഉത്തരവാദിത്വമുള്ളതുപോലെ ദൈവസഭയ്ക്കകത്ത്, സഭയാകുന്ന ശരീരത്തിൻ്റെ അകത്ത് നിന്നെ ദൈവം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്തു എന്ന ശരീരത്തോട് ദൈവം നിന്നെ കാട്ടൊലിവായിരുന്നു നിന്നെ വെട്ടിയെടുത്ത് ശരീരത്തോട് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഉണ്ട്, ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അതവിടെ വായിച്ചത്, താഴോട്ട് വായിച്ച അടുത്ത വാക്ക്. ആ കണ്ണല്ല ഞാൻ ചെവിയാ, എനിക്ക് കാണാനൊന്നും പറ്റത്തില്ല. ചെവി പറയാം, എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഞാൻ ചെവിയാ, എനിക്ക് ചെവിയുടെ പരിപാടിയേ ഉള്ളൂ എന്ന് പറഞ്ഞാലും നീ ശരീരത്തിലുള്ളതാണെങ്കിൽ ചെവിക്കകത്തൊരു വണ്ട് കയറിയാൽ ചെവിയിൽ നിന്നാണോ കണ്ണുനീര് വരുന്നേ? പറ, നിങ്ങൾക്ക് അതിൻ്റെ ആഴം പിടി കിട്ടുന്നുണ്ടോ? ചെവി പറയുക, ഞാൻ കണ്ണല്ല, എനിക്കൊന്നും കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെവിക്കകത്തോട്ടൊരു വണ്ട് കയറിപ്പോയി. ചെവിയിൽ നിന്നാണ്, ഇപ്പുറത്തെ ചെവിയിൽ നിന്നാണോ കണ്ണുനീര് വരുന്നത്? പറ. കണ്ണാ നിറയുന്നത്, കണ്ണീന്നാ കണ്ണുനീര് വരുന്നത്. ഈ പുള്ളി പറഞ്ഞു ഞാൻ അതുമായിട്ടൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു, പക്ഷെ കരയുന്നത് കണ്ണാ. അതാ സഭ, അതാകണം സഭ. ക്രിസ്തു എന്ന ശരീരത്തിൻ്റെ അകത്തെ അവയവങ്ങളായി നിൽക്കുന്ന സഭ. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക്. നിങ്ങൾക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മുഴുവൻ ചെവിയാ. എങ്ങനെയുണ്ട്? ഒരു മനുഷ്യന്റെ ദേഹം മുഴുവൻ കണ്ണാ. നല്ല ഭംഗിയാണോ? കണ്ണ് പോട്ടെ, ഈ രണ്ട് കണ്ണിൻ്റെ നടുക്കൊരു ചെറിയ എന്തെങ്കിലും ഒന്ന് വന്നാൽ തന്നെ ആദിയല്ലേ? ഈ മുഖത്ത് ഒരു മുഖക്കുരു വന്നൊന്ന് പൊട്ടി ഇച്ചിരി വല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ തന്നെ തുടങ്ങും വെപ്രാളം അല്ലേ? അപ്പോൾ ദേഹം മുഴുവൻ കണ്ണായാലോ? സ്തോത്രം. എല്ലാവരെയും കണ്ണാക്കാൻ പറ്റത്തില്ല, എല്ലാവരെയും ചെവിയാക്കാൻ പറ്റത്തില്ല. സഭയ്ക്കകത്ത് ഓരോന്നിനും ഓരോ ഉത്തരവാദിത്വങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത്. അവൻ പ്രസംഗിച്ച പോലെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഓക്കെ, പക്ഷെ അവന് പറ്റാത്തൊരു കൃപ ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞിട്ട് അത് വ്യാപാരം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ശരീരത്തിന് അത് അനുഗ്രഹമായി മാറുന്നത്. കാര്യം കണ്ണ് ചെയ്താലും മൂക്ക് ചെയ്താലും നാക്ക് ചെയ്താലും ഇതെല്ലാം ഭവിക്കുന്നത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഇത് ഭവിക്കുന്നത് ആർക്കാ? ബോഡി, ശരീരത്തിനാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നത് നന്മയാണെങ്കിൽ ശരീരത്തിന് അനുഗ്രഹം, തിന്മയാണെങ്കിൽ ശരീരത്തിന് വേദന. അപ്പോൾ നാം ചെയ്യുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ദൈവസഭയ്ക്ക് വേദനയായല്ല മാറേണ്ടത്, സഭയാകുന്ന ശരീരത്തിന് അനുഗ്രഹമായി മാറും. ഓക്കെ, എന്താണ് നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ? 1, 2 എന്ന് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. സഭയായിട്ടുണ്ടെങ്കിൽ, ശരീരമായിട്ടുണ്ടെങ്കിൽ ഈ അവയവത്തിന്, ഈ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമുക്ക് ശരീരമാകുന്ന സഭയോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായം 24-25 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇപ്പൊ ചിലര് ചെയ്യുന്ന, എല്ലാവരും പറഞ്ഞില്ലല്ലോ, ചിലര് ചെയ്യുന്ന പോലെ സഭായോഗങ്ങൾ ഉപേക്ഷയായി. നിൽക്കട്ടെ, സഭായോഗം എന്ത് ചെയ്യരുത്? സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു കൈ വെട്ടിയെടുത്ത് ഷോക്കേഴ്സിൽ വെച്ച് നമ്മൾ ആരാധനയ്ക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും? പറ.
കൈ മുറിച്ചെടുത്ത് ചോക്കെഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ചർച്ചയിൽ വന്നിരിക്കുക. എങ്ങനെ ഇരിക്കും? ഈ ശരീരത്തിൽ നിന്ന് ഒരവയവവും മുറിഞ്ഞു മാറിയിരിക്കരുത് എന്നാണ് പറഞ്ഞത്. സഭായോഗത്തിന് വരുമ്പോൾ എല്ലാവരും വരണം, ഒന്നും മാറിയിരിക്കരുത്. കഷ്ടകാലത്തിന് ഗതികേടിനൊരു കൊറോണ വന്ന് പെട്ടതുകൊണ്ട് പലതും ഇന്നും സൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഓൺലൈനിൽ ഒട്ടിപ്പോയി. പ്രീശലോ, ഓൺലൈനിൽ ഒട്ടിപ്പോയി. ഒരു ശരീരത്തിൻ്റെ അവയവം, കണ്ണ് ഫിലദൽഫിയയിൽ, കാല് ന്യൂയോർക്കിൽ മുറിച്ച് മാറ്റി വെച്ചിട്ട് ഈ അവയവങ്ങളൊന്നും ഇല്ലാത്ത ഒരു ശരീരം ഇവിടെ നിൽക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ചിന്തിച്ചു നോക്ക്. ഓക്കെ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായി, അത് കഴിഞ്ഞു, ദൈവം വിടുവിച്ചില്ലേ? എന്നാലും ഇന്നും എവിടെ ഒട്ടിപ്പോയി? ഓൺലൈനിൽ ഒട്ടിപ്പോയെന്ന്. എന്നാൽ വേദപുസ്തകം പറ അങ്ങനല്ല. സഭായോഗം ഉപേക്ഷയായി വിചാരിക്കരുത്, സഭായോഗം ഉപേക്ഷിക്കരുത്. ഒരു ദൈവവൈതൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട ആ വ്യക്തിയെ സംബന്ധിച്ച് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47 നമ്മൾ കുറിവാക്യം വായിച്ചെങ്കിലും അതിൻ്റെ 42-ാം വാക്യം എന്താ വായിച്ചത്? 42. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അടുത്തത്, കൂട്ടായ്മ ആചരിച്ചു. രക്ഷിക്കപ്പെട്ടവന് കൂട്ടായ്മയുണ്ടെന്ന്. സ്തോത്രം. എന്തൊരു കാരണം കൊണ്ടും ഭൗതികമായ എന്തെങ്കിലും നേട്ടം കിട്ടുകൊണ്ടും സഭായോഗം ഉപേക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നാട്ടിൽ കാണുന്നൊരു ചിത്രമുണ്ട്. ഒരുത്തൻ വന്നിരുന്ന് കരയും, പ്രാർത്ഥിക്കും. എൻ്റെ പാസ്റ്ററെ, ഒരു സെൻറ്റ് വസ്തുവില്ല, ഒരു വീടില്ല, പ്രാർത്ഥിക്കണം. ഇനി ഞാൻ കുടുംബക്കാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ നടുവിൽ നിന്ന് ഇറങ്ങി ഒറ്റപ്പെട്ടു, ഇനി അവരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, എനിക്ക് വയ്യ. ദൈവദാസൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, പ്രാർത്ഥിക്കാം. സഭയായി പ്രാർത്ഥിച്ചു. ഈ മനുഷ്യന് വേണ്ടി ദൈവദാസൻ 3, 7, 21 കുത്തിയിരുന്നു, ഉപവസിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. സഭ ഒന്നടങ്കം നിലവിളിച്ചു. 1 സെൻറ്റ് വസ്തുവില്ലാത്തവന് ദൈവം 1 ഏക്കർ റബ്ബർ കൊടുത്തു. ദൈവത്തിൻ്റെ കരുണ, 1 ഏക്കർ റബ്ബർ കൊടുത്തു. ഇപ്പോൾ ഉപവാസം വെച്ചാൽ പുള്ളിക്ക് നേരമില്ല, റബ്ബർ വെട്ടാൻ പോകണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതില്ലാത്തൊരു കാലത്തെക്കുറിച്ച് ആൾ ഓർക്കുന്നില്ലെന്ന്. വല്ലപ്പോഴും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ തോന്നും. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു നത്തോലി പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വല കഴുകിക്കൊണ്ട് നിൽക്കുന്ന പത്രോസ്. നിങ്ങൾക്കറിയാവുന്ന വിഷയമാണ്. പത്രോസ് വല വീണു. ആ പടകുകളിൽ യേശു അടുത്ത് വന്നു. ശിമോൻ ഉള്ളതായ ഒന്നിൽ കയറി കരയെന്ന് അല്പം നീക്കാൻ പറഞ്ഞു. അങ്ങോട്ട് നീക്കി. അവൻ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമെന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. വല കീറാറായി. അടുത്തുള്ള പടകിലുള്ളവരെ സഹായിപ്പാൻ മാടി വിളിച്ചു. അവരും വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം വേണ്ടുവോളം നിറച്ചു. നിങ്ങൾ ചിന്തിച്ചേ, ഒരു നത്തോലി പോലും ഇല്ലാതെ നിന്ന് വല കഴിയുക. ഹൃദയത്തിൻ്റെ അകത്ത് ഭാരം. നാളെ ബ്ലേഡുകാരൻ എന്തോ കൊടുക്കും? ബ്ലേഡുകാരൻ, പലിശക്കാരൻ ആരാ? സക്കായി. ഇവൻ എന്ത് കൊടുക്കും? വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? മക്കളുടെ കാര്യം എങ്ങനെ? ഇതെല്ലാം ചിന്തിച്ച് ഭാരപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് കർത്താവ് വരുന്നു, പടക് വിട്ടു കൊടുക്കുന്നു, പ്രസംഗിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഒരു നത്തോലി പോലും ഇല്ലാത്തവൻ്റെ പടകിൽ ഇപ്പം നെമ്മീൻ ചൂര കടന്ന് പടക്കുക. അവിടെ ഒരു വാക്യമുണ്ട്. ശിമോൻ പത്രോസ് ഇത് കണ്ടിട്ട് പറ, യേശുവിൻ്റെ കാൽക്കൽ നമ്മളെ കാണുവാണെങ്കിൽ എങ്ങോട്ട് വീഴും? പറ, സത്യസന്ധമായി പറ, കള്ളം പറയാതെ. നമ്മളാണ് എങ്ങോട്ട് വീഴും? നത്തോലി പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് നെമ്മീൻ ചൂര കടന്ന് അങ്ങോട്ട് പട്ടയ്ക്കുക. മറ്റുള്ളവരെല്ലാം ഉണ്ടോ പത്രോസിൻ്റെ വല ചാകര, നമ്മളെങ്ങോട്ട് വീഴും? അങ്ങോട്ട് മീൻ്റെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് വീണ്ടും ഇങ്ങനെ കിടക്കും. നത്തോലി പോലും ഇല്ലാത്തവൻ്റെ പടകിൽ നെമ്മീൻ ചൂര പടച്ചപ്പോൾ പത്രോസ് മീൻ്റെ പുറത്തോട്ടല്ല നെഞ്ചും തല്ലി വീണത്, അത് തന്നവൻ്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്. പുറകോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആമൻ ഈ പട്ടണത്തിൽ എങ്ങനെ വന്നു, ഏത് സാഹചര്യത്തിൽ വന്നു, വന്ന ഇടത്താണോ ഞാൻ ഇന്ന് നിൽക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അത് തന്നവൻ്റെ കാൽക്കൽ വീഴേണ്ടതിന് പകരം ലഭിച്ച നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കുന്ന
ആധുനിക പെന്തക്കോസ്തിൻ്റെ നടുവിൽ നിന്ന് ഇന്ന് രാത്രി അല്ലെങ്കിൽ ഈ പകലിൽ നന്മയുടെ പുറത്ത് കിടന്ന് പുളയ്ക്കാതെ അത് തന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വീഴുന്ന ഒരു അനുഭവമായിരിക്കണം സഭയ്ക്കുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. അവിടെ കിടക്കട്ടെ, അതുണ്ടല്ലോ, നന്മ അവിടെ ഉണ്ടല്ലോ, അവിടെ കിടക്കട്ടെ. അത് തന്ന കർത്താവിൻ്റെ കാൽക്കൽ കിടക്കുന്ന അനുഭവം. നമുക്ക് പലതും ലഭിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ നിന്ന് മാറിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ബൈബിൾ പറയാണ് സഭായോഗം ഉപേക്ഷിക്കരുത്. അത് ഗൗരവമുള്ളൊരു വിഷയമാണ്. സഭ ക്രിസ്തുവിൻ്റെ ശരീരം എവിടെ കൂടുന്നോ അവിടെ അവയവങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. വൈകല്യമുള്ള ശരീരമാകരുത്, അംഗവൈകല്യമുള്ളതാകരുത്. സഭ കൂടി വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം കൂടി വരുമ്പോഴാണ് ശരീരം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്. ഒരിക്കലും സഭായോഗം ഉപേക്ഷിക്കരുത്. 2, സഭയുടെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവൻ്റെ സഭയോടുള്ള ഉത്തരവാദിത്വത്തിൽ രണ്ടാമത് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിച്ച്. 1 തെസ്സലോനിക്കർ 5:17. ഇതാണ് സഭയെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. നിങ്ങൾ ഇടപെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. സഭയ്ക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ദൈവസഭ എന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരം, ആ ശരീരത്തിൻ്റെ അവയവമായിരിക്കുന്ന എനിക്ക് ഈ ദൈവസഭയെക്കുറിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. സഭയ്ക്കായി പ്രാർത്ഥിക്കുവാനുള്ള ഉത്തരവാദിത്വം. നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ സഭയാം കുടുംബത്തിന് വേണ്ടി നമ്മൾ എത്ര പ്രാർത്ഥിക്കാറുണ്ട്? പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞൊരു വാചകമുണ്ട്, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 2, 3, 4 വായിച്ച്. അപ്പൊ സഭ പ്രാർത്ഥിക്കുക. എന്നാ കർത്താവേ, ഞങ്ങൾ സഭയായി കൂടി വരുമ്പോൾ ക്രിസ്തുവിൻ്റെ വചനം വേണ്ടും പോലെ ഞങ്ങളോട് സംസാരിക്കേണ്ടതിന് ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ദൈവം ബലപ്പെടുത്തണം. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആലയത്തിൽ ചെല്ലുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കേണ്ടതിന് ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ബലപ്പെടുത്തേണ്ടതിന് സഭ പ്രാർത്ഥിക്കണം. സഭ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രമേ സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ദൂത് വെളിപ്പെടത്തുള്ളൂ. അല്ലാത്തപ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അല്ലാത്തപ്പോഴാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അത്ര ശരിയായില്ലെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ദൈവം പ്രസംഗിക്കുന്നവനോട് ഇടപെട്ടിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചാൽ മാത്രമേ അത് നമുക്ക് ആശ്വാസവും അനുഗ്രഹവുമായി പുറത്തു പോകാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പം നമ്മൾ ആരാധനയ്ക്ക് രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് ഒരുങ്ങി കുളിച്ച് റെഡിയായി വസ്ത്രവും ധരിച്ച് ബൈബിളും എടുത്ത് വണ്ടിയോട്ട് വെച്ച വേഗം കയറി സമയമായി ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഓടി വലിച്ചു വാരി ഓടി വന്ന് അങ്ങോട്ട് പോയി 2 പാട്ടും പാടി പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഉത്തരവാദിത്വത്തിൽ തീരുന്നില്ല. അടുത്ത ഒരാഴ്ച അടുത്തൊരു കൂട്ടായ്മ കൂടി വരുമ്പോൾ ദൈവം എന്നോട് വ്യക്തമായി വ്യക്തിപരമായി സംസാരിക്കേണ്ടതിന് ഇടപെടേണ്ടതിന് ദൈവം തൻ്റെ ദാസനോട് ഇടപെടണം, സംസാരിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്ന അനുഭവമാണ് ദൈവസഭ. പൗലോസ് പറഞ്ഞു, പൗലോസിന് കൃപയില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ പറഞ്ഞത്, വേണ്ടും വണ്ണം സംസാരിക്കുവാൻ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സഭയുടെ വലിയൊരു ദൗത്യമാണ്. പ്രാർത്ഥനയില്ലാതെ ഒരു സഭയും നിലനിൽക്കത്തില്ല ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ ഈ എന്താ പറയുക, ഇന്നിപ്പോൾ ഈ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരു ചടങ്ങാണ്. എനിക്ക് ഈ ചിലതൊക്കെ അങ്ങ് കാണുമ്പോൾ ദേഷ്യവും വരും, ആത്മീയ രോഷവും വരും, സങ്കടവും വരും. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും പലർക്കും ഇപ്പോഴും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വർഷങ്ങളായിട്ട് പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ അപ്പനോട് മക്കൾ ചോദിക്കുന്ന അവകാശമാണ് എന്ത് കാൺമീൻ നാം സ്വർഗത്തിലെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു. ആ അപ്പനോട് മക്കൾ ഫോർമാലിറ്റി ഇടേണ്ട കാര്യമുണ്ടോ?
പറ. മാത്യുച്ചാൻ്റെ മക്കള് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പം ഈ മോന്, കോളേജിൽ പഠിക്കുന്ന മോന് നാളെ ഒരു $100 കോളേജിൽ കൊണ്ട് കൊടുക്കണമെന്ന് അവർ ഡയറിക്കകത്ത് എഴുതി വിട്ടാൽ ഈ അപ്പനോട് മകൻ ഇത് അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? പറ. ഓരോ ബന്ധം, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴമനുസരിച്ചല്ലേ അവതരിപ്പിക്കുന്നതാണോ? ചില പിള്ളേർ നേരെ ഓടി വന്ന് മടിയെ കയറി ഇരുന്നേച്ചാ പറയുന്നത് പപ്പായേ അല്ലേ. ചിലരിങ്ങനെ ഗൗരവത്തിൽ വന്നിട്ട് പറയും പപ്പ എനിക്കൊരു കാര്യം. ഓരോരുത്തരെയും ബന്ധത്തിൻ്റെ ആഴമല്ലേ. അതോ ഇങ്ങനെ പറയൂ, പ്രിയപ്പെട്ട പപ്പായെ, ഇന്ന് പകൽക്കാലം പപ്പായോട് ഞാൻ അറിയിക്കുന്നത്, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ട് വന്നപ്പോൾ ടീച്ചറിൻ്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു ഇന്ന് പകൽക്കാലം $100 കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ ഇന്ന് പകൽക്കാലം $100 തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. പ്രൈസലോ. ഒത്തിരി ഒന്നും പറയുന്നതിലല്ല. പപ്പ എനിക്ക് ആരാ ഉള്ളേ ഒന്ന് ചിന്തിച്ചേ. ഞാൻ വേറെ ആരെടുത്ത് പോയി ചോദിക്കാനാ? ഞാൻ വേറെ ആരെടുത്ത് പോയി ചോദിക്കാനാ? എനിക്കിങ്ങോട്ട് തരണം. അവകാശത്തിൻ്റെ ആഴം അന്നേരം വെളിപ്പെടുന്നേ. പ്രൈസലോ. ചിലത് അപ്പം തരൂല. 16 വയസ്സുള്ള മോൻ നിന്നുകൊണ്ട് മധുജാനോട് ഒറ്റക്കാലം നിൽക്കുക, എനിക്ക് കാറ് മേടിച്ച് തരണം. കാറ് മേടിച്ച്, ഇവിടെ എല്ലാവർക്കും കാറുണ്ട്, എനിക്ക് കാറ് മേടിച്ച് തരണം. ചിലപ്പോൾ 9 കാറ് മേടിച്ച് കൊടുക്കാനുള്ള ആസ്തി ചിലപ്പോൾ അപ്പൻ ഉണ്ടായിരിക്കുമെന്ന് ഇരിക്കട്ടെ. കൊടുക്കുവോ? പറ നിങ്ങൾ. കൊടുക്കും. ഇങ്ങനാണോ അപ്പൻ? ഒരു കാറ് ചോദിച്ചേച്ച് അക്കൗണ്ടിൽ പൈസയും കൂട്ടിയിട്ട് ഉള്ളി നടക്കുക. ഒരു മോൻ ഒരു കാറ് കൊടുക്കാത്ത സ്നേഹക്കുറവുണ്ടാണോ? പറ. കാറ് കൊടുക്കും. പക്ഷേ അപ്പനൊരു ബോധ്യമുണ്ട്, അവൻ ഇപ്പോൾ ഇത് ആവശ്യമില്ല. അവൻ ആവശ്യമുള്ളൊരു സമയം വരുമ്പോൾ അവൻ ചോദിച്ചില്ലേലും അപ്പം കൊടുക്കും. പ്രാർത്ഥനയുടെ റിസൾട്ട് അങ്ങനെ. നമ്മൾ ചോദിക്കുന്ന എല്ലാത്തിനും ഒപ്പിട്ട് സാങ്ഷനാക്കി തരാനിരിക്കുന്ന പുള്ളിയല്ല ദൈവം. നമുക്ക് എന്താവശ്യമുണ്ട് എന്താവശ്യമില്ലെന്ന് അറിയുന്ന സ്വർഗത്തിലെ പിതാവ് നമ്മുടെ ആവശ്യം ന്യായമാണോ എന്ന് പരിശോധിച്ചിട്ട് അത് നമുക്കിപ്പം ആവശ്യമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം അത് തരും. സ്തോത്രം. ഞാൻ ശുശ്രൂഷയ്ക്കിറങ്ങിയ ആദ്യകാലം ഒരു 2 വീലർ ഉണ്ടായിരുന്നു. ആ 2 വീലറിൽ എൻ്റെ ഭാര്യ പുറകിൽ കൈക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പുറകിലെ ക്യാരിയറിൻ്റെ അകത്ത് ഗ്യാസ് കുറ്റി, നമ്മുടെ നാട്ടിലെ ഗ്യാസ് കുറ്റി വെച്ച് കെട്ടി, കയറിട്ട് കെട്ടി, പിന്നെ ഫ്രണ്ടിൽ ഒരു ബാഗിൻ്റെ അകത്ത് കുറേ തുണിയൊക്കെ ആയിട്ട് കൊല്ലത്ത് നിന്ന് 60-65 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ പോകും. മീറ്റിങ്ങുകൾക്കും പ്രാർത്ഥന നടത്താൻ. അന്ന് കുറച്ച് കാലം തിരുവനന്തപുരത്ത് ഒരു സഭാ ചാർജിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലത്തുനിന്ന് പോയി ആരാധന നടത്തും. നല്ലൊരു മഴ വീണ സമയത്ത് ഈ കൈക്കുഞ്ഞുമായിട്ട് കയറി നിൽക്കാൻ ഒരു കടത്തിണ്ണ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് കാണാതെ ബൈക്കല്ലയോ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ വന്നപ്പോഴത്തേക്ക് മഴ കംപ്ലീറ്റ് നനഞ്ഞു. അന്നേരമൊക്കെ ഭയങ്കരമായിട്ട് ഈ കുഞ്ഞിങ്ങനെ പറക്കുകയല്ലേ, കൈക്കുഞ്ഞിങ്ങനെ പറയ്ക്കുക, ഭയങ്കര മഴ. അപ്പോഴൊക്കെ തോന്നും എൻ്റെ ദൈവമേ ഒരു വണ്ടിയൊക്കെ തരാറായില്ലയോ? തന്നോ? തന്നില്ലെന്ന്. കാലം എത്രയാ ബൈക്കിൻ്റെ അകത്ത് സഞ്ചരിച്ചു. അതുകൊണ്ട് ദൈവത്തിന് എന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ലെന്ന്. നമുക്ക് വേണ്ടുന്ന ഭൗതിക മേഖലയിൽ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ എപ്പോൾ തരണം, എങ്ങനെ തരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് ചിന്തിച്ചിങ്ങനെ നക്ഷത്രം ഇടുന്നതിനേക്കാളും നന്നായി ചിന്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് വിചാരിക്കുന്നത് ഞാനിങ്ങനെ അങ്ങോട്ട് വിറപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലാണ് ദൈവം. അങ്ങനെയൊന്നുമില്ല. പ്രാർത്ഥന നമ്മൾ നിഷ്കളങ്കമായി പറയുക, എൻ്റെ കർത്താവേ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നീ അറിയുന്നു, എനിക്ക് വേറെ ആരുമില്ല അപ്പാ. എന്തുവാ അത് അല്ലേ? ആ ഒരു ബന്ധത്തിൽ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചു വിട്ട പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിനേക്കാൾ വലിയ രസം ഈ പ്രാർത്ഥിക്കുന്നതിന് പലതിനും സുബോധം. നിങ്ങൾക്കറിയാം, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു ഭാഷ ഒരിക്കൽ പറഞ്ഞു, ദേശത്തിൻ്റെ വിടുതലിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഷ്ടൻ്റെ അധീനതയിൽ നിന്ന് ജനം വിടുവിക്കപ്പെടണം, ആലയത്തിൽ ആൾ വരണം, പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. പ്രാർത്ഥിച്ചു. ഉടനെ ഒരു അമ്മാമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മാമ്മ അങ്ങോട്ട് താവേ സ്വോത്ര 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 ഞങ്ങൾ ഒരുമിച്ച് ദൈവങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ദുഷ്ടനായ കർത്താവേ, ശത്രുവായ കർത്താവേ, ദേശത്തെ മുടിച്ചു ഭരിക്കുന്ന കർത്താവേ. എല്ലാം മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? ദുഷ്ടനായ കർത്താവേ, ദേശത്തെ മുടിച്ച് ഭരിക്കുന്ന. എന്താ ഈ പറയുന്നത്? കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് ലേഖ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവാത്മാവിൽ ഉള്ളവരാരും അവനെ ശപിക്കില്ല. അപ്പൊ അമ്മാമ്മയുടെ ആത്മാവ് ഏതായിരുന്നു? പറ.
അന്യഭാഷ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് പരിശുദ്ധാത്മാവാണെന്നോ. സുബോധമില്ല, അകത്തിരുന്നുകൊണ്ട് നിങ്ങൾ അങ്ങനെ എത്ര എണ്ണം. പെട്ടെന്നൊരു മെസ്സേജ് വന്നു, നമ്മുടെ സഭയിലെ സൂസി പിന്നെ ഡെലിവറിക്കായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാന്ന് ഒരാളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ സൂസമ്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഓപ്പറേഷൻ തിയേറ്ററിലായിരിക്കുന്ന കർത്താവേ, പ്രസവത്തിനായി കിടക്കുന്ന കർത്താവേ. എത്ര വട്ടം കേട്ടിട്ടുണ്ട് കർത്താവ് പ്രസവിക്കാൻ കിടക്കുകയെന്ന്, പ്രസവത്തിനായി കിടക്കുന്ന കർത്താവേന്ന്. അപ്പോൾ ഈ വിഷയം എന്താന്ന് വെച്ചാൽ, ഈ എക്സ്പ്രസ് പോലെ പോകുമ്പോൾ അടുത്ത വാക്ക് കിട്ടാതെ വരുമ്പോൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ആരെ കയറ്റുന്ന? എന്തിനാ ഇതിൻ്റെ ആവശ്യം? ശാന്തമായി പറഞ്ഞുകൂടെ, കർത്താവ് ഞങ്ങളുടെ പ്രിയ സഹോദരി ഇന്ന അവസ്ഥയിൽ കിടക്കുന്നു, സ്വർഗത്തിൽ ദൈവം അങ്ങനെ പറഞ്ഞാൽ കർത്താവ് ഓ ഇത് പോരാ അങ്ങനെ പറയൂ? അപ്പോൾ ആ ബന്ധത്തിൻ്റെ ആഴം, നമ്മൾ ചുമ്മാ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. ബന്ധത്തിൻ്റെ ആഴം അനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പനോട് മക്കൾ ചോദിക്കുന്ന അവകാശമാണ് പ്രാർത്ഥന. ഇനി കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നത് ലഭിച്ചു എന്ന് അങ്ങനെയും വേണം, വിശ്വസിക്കണം, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളീ പലരും പ്രാർത്ഥിക്കുന്നത്, ഞാനീ പറയുന്നത് ഇനി ശ്രദ്ധിച്ചോണം, നമ്മളീ പലരും പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥന കേട്ടതിനായി പറ. എന്താ അതിൻ്റെ അർത്ഥം? സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? നന്ദി. പ്രാർത്ഥന കേട്ടതിനായി, എൻ്റെ പ്രാർത്ഥന കർത്താവ് എന്ത് ചെയ്തു? കേട്ടു. കേട്ടതിനായി നന്ദിയും പറഞ്ഞു. അടുത്ത വാക്ക് പറയുന്നത് കേട്ടോണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. നേരത്തെ കേട്ടില്ലേ? പിന്നെ എന്തിനാ നന്ദി പറഞ്ഞേ? സ്ഥിരം പരിപാടിയായി കാണുന്നേ. പിണങ്ങി. ഈ മനുഷ്യൻ വിളിച്ചു വന്നതല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, പ്രാർത്ഥന നമുക്കിങ്ങനെ പറയാം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ എന്ന് പറഞ്ഞതിന് ശേഷം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. രണ്ടും ഭംഗിയാ. ഇത് രണ്ടുമല്ല. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാ. ഇതങ്ങ് പറഞ്ഞങ്ങ് ശീലിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഞാനും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല. എന്താ? ഇത് വിശ്വാസമില്ല ഈ പ്രാർത്ഥനയിൽ. വിശ്വാസം കൂടെ വെളിപ്പെടണം. വാക്കുകൾ മാത്രം വെളിപ്പെട്ടാൽ പോരാ. പ്രാർത്ഥനയിൽ സ്തോത്രം. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ലാതെ അങ്ങനെയൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കും നമ്മൾ ചുമ്മാ കിടത്തിങ്ങനെ ഒപ്രാളപ്പെട്ട് തുന്നും വിറപ്പിക്കുന്നതിലൊന്നും കഥയൊന്നുമില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് സുബോധത്തോടെ, ആ ബന്ധം. ഇനി എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത വേറൊരു കാര്യം കൂടെ പറഞ്ഞ് അടുത്ത ചിന്തയിലേക്ക് വരാം. പിന്നെ ഈ നമ്മുടെ ബീജാനെ തന്നെ എടുക്കാം. ബീജാനും മോനും, അപ്പനും മോനും ഉണ്ട്. ഓക്കെ, ഈ അപ്പൻ ഈ മോനോട് മിണ്ടൂല. അപ്പൻ മോനോട് മിണ്ടത്തേയില്ല, പുള്ളി ഒന്നും മിണ്ടുകയില്ല. അപ്പം ഈ മോന് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, എനിക്ക് ഒരു കാറ് വേണം, പപ്പ ഇത് മേടിച്ച് തരുമോ ഇല്ലയോ എന്ന് മോനൊന്ന് അറിയണം. പക്ഷേ പപ്പ പുള്ളിയോട് എന്ത് ചെയ്യൂല? മിണ്ടൂല. അപ്പം മോനെ അപ്പുറത്തെ വീട്ടിലെ തോമസ് അങ്കിളിൻ്റെ അടുത്ത് ചെന്നാൽ, തോമസ് അങ്കിളെ പിന്നെ എൻ്റെ പപ്പായോടൊന്ന് ചോദിക്കുക, എനിക്കൊരു വണ്ടി മേടിച്ച് തരാൻ ഉദ്ദേശം വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ തോമസ് അങ്കിൾ ചെന്ന് ബീച്ചാനോട് ചോദിക്കുക, ബിജുവേ മോന് കാറ് മേടിച്ച് കൊടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടോ? ഞാൻ അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉടനെ തോമസ് അങ്കിൾ ഇപ്പുറത്ത് വന്ന് മോനോട് പറയുക, മകനെ ഒരു 6 മാസത്തിൻ്റെ അപ്പുറത്ത് നിനക്കൊരു വണ്ടി ലഭിക്കും. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവൻ നമുക്ക് തന്നു. ദൈവത്തെ പിതാവെന്ന് വിളിക്കാനും ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തെങ്കിൽ അടുത്തു വരുവാനുള്ള അധികാരവും തന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഈ അപ്പൻ നമ്മളോട് മിണ്ടൂല. നമുക്ക് 6 മാസം കഴിയുമ്പോൾ എന്ത് നന്മ കിട്ടുമെന്ന് നമ്മൾ TV കാണുന്നവനോട് വിളിച്ച് ചോദിക്കണം. കാര്യം നമ്മുടെ ദൈവം നമ്മളോട് ഈ ഗതികേടല്ലേ ഇവിടെ നടക്കുന്നത്. നമ്മളോട് മിണ്ടൂല. എങ്ങോ കിടക്കുന്നവൻ പറയണം, കുഴപ്പമില്ല, ഒരു 6 മാസത്തിൻ്റെ അപ്പുറത്തൊരു വിടുതൽ. അത് കഴിഞ്ഞ് പിന്നെ ഈ ദൈവം മിണ്ടുവോ? അത് കഴിഞ്ഞ് മിണ്ടുവോ നിന്നോട്? അപ്പോൾ വീണ്ടും നിനക്ക് അടുത്ത വിഷയം വരുമ്പോൾ നീ വീണ്ടും എന്ത് ചെയ്യണം? നിന്നോട് മിണ്ടാത്ത അപ്പൻ. അതെന്താ അപ്പനാ? എൻ്റെ ദൈവം എന്നോട് സംസാരിക്കും, എൻ്റെ ദൈവം എന്നോട് ഇടപെടും. എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് സംസാരിക്കാത്ത അപ്പൻ അല്ല എൻ്റെ അപ്പൻ. ഇനി
ഈ ബിജുച്ചാനെന്ന് പറയുന്ന അപ്പൻ ഈ മോനോട് ഞാൻ അവനോട് മിണ്ടൂല്ല എന്നൊരു തീരുമാനം, ഞാൻ അവനോട് സംസാരിക്കത്തില്ല എന്നൊരു തീരുമാനം ഈ അപ്പൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അതിന് തക്കവണ്ണം ഒരു കുരുത്തക്കേട് അവൻ പ്രാപിച്ചിട്ടുണ്ട്. ആ കുരുത്തക്കേട് അവൻ വിട്ടുകളഞ്ഞേച്ച് പറയണം, പപ്പ ഞാൻ അങ്ങ് ചെയ്തു പോയി, പപ്പ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ 2 കൈയും നീട്ടി ചേർത്ത് പിടിക്കും അപ്പൻ. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്നോട് ദൈവം സംസാരിക്കുന്നില്ലെങ്കിൽ ആമേൻ, നീ ഏറ്റുപറയേണ്ട വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കപ്പെട്ട് ദൈവസന്നിധി നെടുമ്പാട് വീണാൽ ദൈവം നിന്നോട് സംസാരിക്കും. അല്ല, നിന്റെ കുറവ് അവിടെ തന്നെ വെച്ചിട്ട് നിന്നോട് പറയാനുള്ളത് ദൈവം വേറൊരുത്തനോട് പറയുമെങ്കിൽ ആ ദൈവത്തിനും എന്തോ കുഴപ്പമുണ്ട്, ആ പറയുന്നവനും എന്തോ കുഴപ്പമുണ്ട്. സ്തോത്രം. മനസ്സിലാക്കി? പ്രാർത്ഥന നമുക്ക് ഇടപെടാനുള്ള ലൈസൻസ്, ദൈവവുമായിട്ട് നമുക്ക് ഇടപെടാനുള്ള ലൈസൻസ് അല്ലേ ദൈവം നമുക്ക് തന്നേ. ഇടപെടാതെ പ്രാർത്ഥിച്ചോ? കേൾക്കാൻ ഒരുത്തൻ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയുമോ? പറ. കേൾക്കാൻ ഞാൻ തയ്യാറാന്നുള്ളതുകൊണ്ടല്ലേ ദൈവം പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ ചോദിക്കുക. കേൾക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ വേഗത്തിൽ വരാം. സഭയുടെ ഉത്തരവാദിത്വം, നമ്മൾ സഭയ്ക്കായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. 3-ാമത്തെ ചിന്ത, എബ്രായ ലേഖനം 13:17. വേഗം വായിച്ചു. ഇച്ചിരി ബുദ്ധിമുട്ടാ, നിൽക്കട്ടെ, ഒന്ന് വായിച്ച എല്ലാവരും ഇത്. ദൈവസഭയോട് പറയുക, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് എന്ത് ചെയ്യണം? ദൈവസഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. നടക്കുന്ന കാര്യമാണോ ഈ പറയുന്നത്? സ്തോത്രം. ദൈവസഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. എന്തുകൊണ്ടാ? അവര് ആകയാൽ നിങ്ങളുടെ അടുത്തത് അവർ നിങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തിയില്ലെങ്കിൽ, അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് സഭയുടെ ശുശ്രൂഷകനാണ്. കണക്ക് കൊടുക്കണം. അതുകൊണ്ട് അവർ ജാഗരിച്ചേ പറ്റൂ. വിശ്വാസിയെ സംബന്ധിച്ച് അവർക്ക് ഇടപെട്ടേ പറ്റൂ, അവർ ജാഗരിച്ചേ പറ്റൂ. പക്ഷെ അവരത് ഞെരങ്ങിക്കൊണ്ട് ചെയ്യാൻ നിങ്ങൾ ഇടയാക്കരുത്. സന്തോഷത്തോടെ ചെയ്യാൻ ഇടയാക്കണം. സഭ ശുശ്രൂഷകന് അതിനൊക്കെ ഞാൻ പറയും, അതിനൊക്കെ നല്ല ഉദാഹരണം TPMകാരെ ആ വിഷയത്തിൽ ഒരു കോക്കാമ്പീച്ച് നടക്കുകയല്ല. ഡോക്ടറാട്ടെ, എഞ്ചിനീയറാട്ടെ, ജഡ്ജി ആട്ടെ, വക്കീലാട്ടെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഐ ആം ഡോക്ടറാണ്, വല്ല ക്ലിനിക്കിലും പോയിട്ടോ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറയും. മനസ്സിലായോ? അത് നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസ് 5:17 എന്താ പറഞ്ഞത്? 5:17 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാര് ഇരട്ടി മാന്യത കൊടുക്കണം. ആർക്ക്? നന്നായി ഭരിക്കും. നമ്മളെങ്ങനെയാ പറയുന്നത്? പാസ്റ്ററൊക്കെ പാസ്റ്ററാ, പക്ഷെ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും അയ്യോ, ഈ പുള്ളി എന്നെ വിളിച്ചതായിരുന്നെങ്കിൽ പറഞ്ഞു കൊടുത്ത് കൊണ്ടുവന്നെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ ഒരു വകുപ്പില്ല. കാരണം ഞാൻ ഇന്ന് ന്യൂയോർക്കിൽ പോകാനിരുന്നതാ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറയാം, ഇത് വചനമാണ്. സഭ ശുശ്രൂഷകന് കീഴടങ്ങിയിരിക്കണം. ശുശ്രൂഷകൻ നന്നായി ഭരിക്കുന്നവനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ. ഇരട്ടി മാന്യത്തിന് ഇപ്പം നിങ്ങൾ മനസ്സിലോട്ട് ചിലപ്പോൾ ഒരു ചോദ്യം ഓടി വരും, പക്ഷേ അങ്ങനെയാണ് ശുശ്രൂഷകൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാലോ ഞങ്ങളതെല്ലാം സഹിക്കണോ? അല്ലല്ല. 5-ാം അധ്യായം 19-ാം വാക്യം വായിച്ചു. 2-3 സാക്ഷികൾ മുഖേനയല്ലാതെ മൂപ്പൻ്റെ നേരെ അന്യായം എടുക്കരുത്. അപ്പം ശുശ്രൂഷകൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച കണ്ടാൽ 2-3 പേരെ കൂട്ടിക്കൊണ്ട് ശുശ്രൂഷകന് ബോധ്യം വരുത്തണം. ആ ശുശ്രൂഷകൻ അത് ബോധ്യം വന്നിട്ട് തൻ്റെ വീഴ്ച വിട്ട് തിരിയുന്നില്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടവനല്ല. രക്ഷിക്കപ്പെടാത്തവൻ്റെ സഭയിലിരുന്ന് നീ കൈയടിച്ച് സ്വർഗരാജ്യത്തിൽ പോകാതെ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് തിരുത്തപ്പെടാത്തവൻ്റെ സഭയിൽ നിന്ന് നീ മാറിപ്പോക്കോണം. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ
ആ വിഷയത്തിൽ തിരുത്തൽ വരുത്തും. എൻ്റെ ആടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, ന്യായമായൊരു കാര്യം അവർ വന്ന് എന്നോട് പറഞ്ഞു, വചന വെളിച്ചത്തിൽ അത് പരിശോധിച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ആ ഒരു അനുഭവമാണ് സഭ. അല്ല പ്രസംഗത്തിനിടെ പാസ്റ്റർ ആ പറഞ്ഞത് നോ 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 നോ. സ്തോത്രം. പണ്ട് ഞാൻ അടൂരൊരു സഭയിൽ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവസഭയ്ക്കകത്ത് എലക്ഷൻ ഇല്ല, സെലക്ഷനേ ഉള്ളെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് സെലക്ഷൻ, ദൈവത്തിൻ്റെ എലക്ഷൻ അല്ല, സെലക്ഷൻ. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവ് സെലക്ട് ചെയ്യണം. അത് കുറഞ്ഞവനായാലും കൂടിയവനായാലും കറുത്തവനായാലും വെളുത്തവനായാലും അവനെ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം. ഇത് പറഞ്ഞപ്പം പുറകിൽ നിന്ന് ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ആ പ്രസ്താവന പിൻവലിക്കണം എന്ന് പറഞ്ഞു. ഇരിയടാ അവിടെ എന്ന് പറഞ്ഞു. അയാൾ ഇങ്ങോട്ട് ചോദിച്ചതിനേക്കാൾ 10 ഇരട്ടി ഫോഴ്സ് ഞാൻ പറഞ്ഞു, ഇരിയടാ അവിടെ എന്ന് പറഞ്ഞു. ഈ 1 മണി വരെ സമയം എൻ്റെ, ഞാൻ പറയും നീ കേൾക്കും, അതിന് ബുദ്ധിമുട്ടാണ്, ഇറങ്ങി പോകാൻ പറഞ്ഞു. യോഗം കഴിഞ്ഞേച്ച് എന്നോട് വന്ന് സംസാരിക്കണം, കൈ ബൈബിൾ ഉണ്ടായിരിക്കണം, വാക്യം തരണം. തെറ്റായിപ്പോയെങ്കിൽ പരസ്യമായി സഭയോട് മാപ്പ് പറയും. സഭയിൽ ശുശ്രൂഷ നടക്കുമ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആ ഏരിയ പുള്ളിയെ കാണാനില്ല. ഒന്നും ചോദിക്കാൻ വേണ്ട, ആള് കളിക്കാൻ ശ്രമിക്കുന്നു. ആ പരിപാടിയല്ല ദൈവസഭ. ആമേൻ. സിസ്റ്റമുണ്ട് ദൈവസഭയ്ക്ക് സിസ്റ്റമുണ്ട്. കുത്തഴിഞ്ഞ പുസ്തകമല്ല സഭ. ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്തുക. ഇനി ആ 5-ാം അധ്യായം തുടങ്ങുമ്പോൾ പൗലോസ് പറഞ്ഞു 1-2 വാക്യം കൂടെ ഒന്ന് വായിച്ചേ. 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ കണ്ടോ? ആമേൻ. സഭയ്ക്കകത്ത് മറ്റൊരു സിസ്റ്റവും കൂടെ പറയണം. എന്താ പറഞ്ഞത്? ഇളയവരെ സഹോദരിമാരെ പോലെ കാണാൻ, മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെ കാണാൻ സഭയെ പഠിപ്പിക്കണം. എൻ്റെ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, പണ്ട് നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഒരു സഭയിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുവദിക്കില്ലായിരുന്നു. അറിയോ? എന്താ? സഭയിൽ വരുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത് ഇവരെല്ലാം നിൻ്റെ സഹോദരന്മാരാണെന്ന്. പെൺകുഞ്ഞിനോട് പറയും ഇതെല്ലാം നിൻ്റെ സഹോദരന്മാരാ. ആൺകുഞ്ഞിനോട് പറയും ഈ ഇളയവർ നിങ്ങളുടെ സഹോദരിമാരാ. മൂത്ത സ്ത്രീകളെ ബഹുമാനത്തോടെ അമ്മയുടെ സ്ഥാനത്ത് കാണണമെന്ന് പഠിപ്പിച്ചിരുന്ന കാലം, ആ കാലമൊക്കെ പോയില്ലേ? ഇപ്പം കല്യാണം കഴിക്കാൻ വേണ്ടിയാ പലതും സഭയിൽ വരുന്നത്. 3 മാസം നീ അപ്പുറത്തിരി, ഞാൻ ഇപ്പുറത്തിരിക്കുക, എന്നിട്ട് നമുക്ക് 3 മാസം കഴിയുമ്പം പാഷ കൊണ്ട് കെട്ടിക്കാം. 3 മാസം വരെ കർത്തൃമേശ അവിടുന്ന് ഇങ്ങനെ ഭക്തിയോടെ വരുമ്പോഴും ഇവിടെ 2 എണ്ണം ഇരുന്ന് കണ്ണും കണ്ണും. നിങ്ങൾ പിണങ്ങി. സഭയ്ക്കകത്ത് സഭയുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയിൽ വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ സഭയിലെ യൂത്തിൻ്റെ കൂടെ ഒരു പെൺകുഞ്ഞിനെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ, ഒരു ക്യാമ്പിന് പറഞ്ഞയക്കുമ്പോൾ, ഒരു മീറ്റിങ്ങിന് പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ കൂടെ അവർ സുരക്ഷിതരായിരിക്കുമെന്ന ബോധ്യം നമുക്ക് വേണമെങ്കിൽ സഭയ്ക്കകത്ത് കൃത്യമായ പഠിപ്പിക്കലുണ്ടായിരിക്കണം. നിൻ്റെ അടുത്തിരിക്കുന്നത് നിൻ്റെ സഹോദരന്മാരാണ്, നിൻ്റെ സഹോദരിമാരാണ്. അല്ലാത്ത ദുരിതങ്ങളൊക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ പഠനം ഇല്ലാത്തത് കൊണ്ടാണ് ആ പരാജയം അവിടെ സംഭവിക്കുന്നത്. ഒരു ശുശ്രൂഷകൻ നിലപാടെടുക്കണം. ഒരു സഭയിൽ നിന്ന്, ഒരു സഭയിൽ ഒരുമിച്ച് ആരാധിക്കുന്നവരെ വിവാഹം കഴിപ്പിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. സ്തോത്രം. അത് പഠിപ്പിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ വിശുദ്ധ കർത്തൃമേശ നടക്കുമ്പോഴും കണ്ണും കണ്ണും നോക്കുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് അതിൻ്റെ 6-ാം വാക്യത്തെ എഴുതി വെച്ച് 5-ന്റെ 6 വായിച്ച് നിർത്താം. വായിച്ചോ. നമ്മുടെ പിള്ളേരെയൊക്കെ ഈ വാക്യം ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ. കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. അപ്പോൾ കാമുകനോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൻ. വ്യത്യാസം എന്താ? ഒരു വാക്യത്തിൻ്റെ അപ്പുറത്തെ സൈഡ് അങ്ങനെയല്ലേ? കാമുകിയായവളോ ജീവിച്ചിരിക്കെ ചത്തവൻ, കാമുകിയായവനോ ജീവിച്ചിരിക്കുമ്പോൾ ചത്തവൻ, അല്ലേ? ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവളെന്ന് പറയാനുള്ള കാര്യം എന്താ? സഭയ്ക്കകത്ത് ഒരു കാമുകി ഉണ്ടായാൽ അവൾ അവസ്ഥ എന്താണെന്നാണ് ഈ പറയുന്നത്? എന്താ? ചത്ത് കിടക്കുക. ഒരു പെണ്ണ് ചത്ത് കിടക്കുക. പെറ്റതള്ള അവിടെ ഇരുന്ന് കരയുക, എൻ്റെ പൊന്നു മോളെ. അപ്പൻ അപ്പുറത്തിരുന്ന് കരയുക, എൻ്റെ മോളെ. സഭക്കാരെല്ലാം കണ്ണു നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. നാട്ടുകാരെല്ലാം ഒന്ന് കരയുക. എന്നാലും ഈ പെങ്കൊച്ചിന് ഇങ്ങനെ വന്നല്ലോ, എല്ലാവരും കരയുക. ഇതാരെങ്കിലും ഇവരെല്ലാം നിലവിളിക്കുന്ന ഇവൾ അറിയുന്നുണ്ടോ? പറ. അവൾ ചത്ത് കിടക്കുക, അവൾ അറിയുന്നുണ്ടോ? ഇല്ല. ഇതാ കാമുകിയുടെ അവസ്ഥ. പെറ്റതള്ള കരയുക, വേണ്ടടി മക്കളെ, ഇതൊന്നും നമുക്ക് പറഞ്ഞു വേണ്ടടി, ചത്ത് കിടക്കുക. പെറ്റ തന്ത അവിടെ ഇരുന്ന് കരയുക, അവൾക്ക് ഇതൊന്നും മൈൻഡല്ല, ചത്ത് കിടക്കുക. സഭ മുഴുവൻ ഉപവസിച്ച് കരയുക, അയ്യോ സഭയ്ക്ക് ദോഷം വരല്ലോ, മോശമൊന്നും സംഭവിക്കല്ലോ. ഈ ആരുടെയും കരച്ചിൽ ഇവക്ക് അറിയണ്ട, അവളെ ചത്ത് കിടക്കുക. അതാ കാമുകി.
വ്യവസ്ഥയില്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് ചാടി കാമുകനും കാമുകിയായിട്ടിരിക്കുന്നവനൊക്കെ ചത്തതാണെന്നാണ് പറഞ്ഞു. ചത്തത്. സ്തോത്രം. വാക്കുകൾ വിരാമം കുറിക്കാൻ നിങ്ങൾ ആദ്യത്തെ സന്തോഷമൊന്നും ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് വേഗത്തിൽ ഞാനങ്ങ് അവസാനിപ്പിക്കാനായിട്ട് ചിന്തിക്കുകയാണ്. അപ്പോൾ കാമുകിയായവളോ ജീവിച്ചിരിക്കെ തന്നെ ചത്തവൾ. അപ്പം സഭയുടെ ഉത്തരവാദിത്വം പറഞ്ഞത് സഭ ശുശ്രൂഷകന് കീഴ്പ്പെട്ടിരിക്കണം, നടത്തുന്നവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഒരു വാക്കും കൂടെ പറഞ്ഞിരിക്കാം, സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ കൊടുക്കുവാൻ മടിക്കരുത്. പൈസ കൊടുക്കുന്ന കാര്യം പറഞ്ഞു തുടങ്ങി പുള്ളി. ഇനിയിപ്പം പൈസയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത്, സഭയ്ക്ക് കൊടുക്കുന്ന പൈസ മാത്രമല്ല, സഭയ്ക്ക് വേണ്ടി എന്തും ഏതുമായി തീരാനുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം രക്ഷിക്കപ്പെട്ടവൻ. അതൊരു ആത്മീയ ശുശ്രൂഷയാകട്ടെ, ഒരു പ്രവർത്തന പൈസ. പിന്നെ ദശാംശം കൊടുക്കുന്ന കാര്യം പറയാനാണ് ഷമീർ പാസ്റ്റർ നിൽക്കുന്നതെങ്കിൽ പിന്നെ പാസ്റ്ററിന് ഇച്ചിരി സന്തോഷം വരാൻ വേണ്ടിയായി പുള്ളി അത് പറയുന്നത് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ പാസ്റ്ററിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ദശാംശം എന്ന് പറഞ്ഞൊരു ഉപദേശം പുതിയ നിയമസഭയ്ക്കില്ല. ഇല്ല. ഉണ്ടെന്നൊരു അരമുറി വാക്യം കൊണ്ട് തെളിയിക്കാൻ ഉള്ളവരുണ്ട്. യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വാ, ഞാൻ സംസാരിക്കാം. ഇന്ന് പോകുന്നില്ല, എന്തായാലും 2 ദിവസം ഇവിടെ ഉണ്ട്, പോകുന്നില്ല. ദശാംശം എന്ന് പറയുന്ന ഉപദേശം പുതിയ നിയമസഭയ്ക്ക് ഇല്ല. പാസ്റ്ററെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് പറയാൻ വന്നേ അല്ലല്ലോ ഞാൻ. അല്ല, ദശാംശം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ലേവ്യ പുരോഹിതന്മാരോട് പറഞ്ഞ ഉപദേശമാണ്. എൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷേ ആ ലേവ്യ പുരോഹിതന് ദശാംശത്തിൻ്റെ കാര്യം പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു, ഇത് വീട്ടിൽ കൊണ്ടുപോയി നീയും ഭാര്യയും മക്കളും കൂടെ തിന്നോണം എന്നല്ല പറഞ്ഞു. ദേശത്തിലെ അനാഥകർക്കും പരദേശികൾക്കും വിധവകൾക്കും വീതിച്ചു കൊടുക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുമോ ഇന്ന് ദശാംശം പേടിക്കുന്ന പാസ്റ്റർമാരാരെങ്കിലും? പിന്നെ പുതിയ നിയമസഭയ്ക്ക് ദശാംശമല്ല, പിന്നെന്താ? വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും പറ. അപ്പം നിങ്ങൾ മനസ്സിൽ പറയാം, വേണ്ട വേണ്ട, അതിലും നല്ലത് എന്ത്? ഷെയർ കൊടുക്കണമെന്ന്. ഷെയർ അതിലും നല്ലത് എന്താ? വേണ്ട പാസ്റ്റർ ദശാംശം പ്രസംഗിച്ചാൽ മതി. ശരിയായത് പഠിപ്പിച്ചാൽ കുടുങ്ങും. ശരിയായത് പഠിപ്പിച്ചാൽ കുടുങ്ങും. വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് സകല നന്മയിലും ഓഹരി കൊടുക്കണം, ഷെയർ കൊടുക്കണം. ഇനി എങ്ങനെ കൊടുക്കണം? അതിനും വ്യവസ്ഥയുണ്ട് പുതിയ നിയമത്തിൽ. അതിനും വ്യവസ്ഥയുണ്ട്. എങ്ങനെ കൊടുക്കണം? പ്രാപ്തിയുള്ളതുപോലെയും പ്രാപ്തിക്ക് മീതയും കൊടുക്കാം. നിനക്ക് എന്തോ ദൈവം തന്നിട്ടുണ്ടോ ആ പ്രാപ്തിക്കനുസരിച്ച് നിനക്ക് കൊടുക്കാം. 10-1 20-1 കണക്കൊന്നും ഇല്ല. കൊടുക്കാൻ തോന്നിയോ കൊടുത്തേക്കണം. 1. ഇനി കൊടുക്കുന്നതിൻ്റെ രണ്ടാമത്തെ വ്യവസ്ഥ, നിർബന്ധത്താൽ അരുത്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പ്രോജക്റ്റിലേക്ക് തോമസ് കുട്ടിച്ചായൻ ഒന്നും തന്നിട്ടില്ല, ഈ പരിപാടി പാടില്ല. നിർബന്ധത്താൽ അരുത്. മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. വ്യവസ്ഥയാ പറഞ്ഞേ. ആമേൻ. അവനവന് പ്രാപ്തിയുള്ള പോലെ കൊടുക്കണം, മനസ്സോടെ കൊടുക്കണം, നിർബന്ധത്താൽ അരുത്. പലിശക്കെടുത്ത് കൊടുക്കാനും വ്യവസ്ഥയില്ല. നീ കടം മേടിച്ച് ചർച്ചയിൽ കൊടുത്തു, കടക്കാരൻ വീട്ടിൽ വരുമ്പം ദൈവം എന്നാലും നിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത് നിന്നോട് ദൈവം പറഞ്ഞാൽ പലിശക്കെടുത്ത് കൊടുക്കാൻ ഇല്ല. പ്രാപ്തിയുള്ളതുപോലെ നീ കൊടുക്ക്, മനസ്സോടെ കൊടുക്ക്. പ്രാപ്തിക്ക് മീതെ ഉണ്ടോ കൊടുക്ക്. കണക്ക് വെച്ചല്ല ദൈവവേലയ്ക്ക് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ രക്ഷപ്പെട്ട് കിടക്കുന്നത് ദശാംശം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കിടക്കുക. 10-1 കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് സന്തോഷം, നിങ്ങൾക്കും സന്തോഷം, നമുക്കും സന്തോഷം. ഇവിടെ ഓഹരിയൊക്കെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചാൽ ഇമ്മണി വലയും. അതിന് വേറെ വാക്യങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ട്. അതൊക്കെ പഠിപ്പിച്ചാൽ ഇച്ചിരി വിഷമിക്കും. ആഴ്ചയിൽ ചരതിച്ച് വെക്കേണ്ടതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതും പറഞ്ഞാൽ വിഷമിക്കും. ഇതൊന്നും പറയുന്നില്ല. പകരം മനസ്സോടെ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുക. സഭയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇനിയും ഉണ്ട് സഭയുടെ ഉത്തരവാദിത്വം. സമയം അവിടെ കാണാവുന്നതുകൊണ്ട് താൽക്കാലികമായി നിർത്തുന്നു. സഭയുടെ ഉത്തരവാദിത്വം ദൈവസ്നേഹം അല്ലേ? സഭയുടെ ഉത്തരവാദിത്വം തമ്മിൽ സ്നേഹിക്കണം. ഒരു വാക്ക് പറഞ്ഞിരിക്കാം. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞു, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണ്. അതിൻ്റെ ചേർത്ത് ഒരു വാക്കും കൂടെ പറഞ്ഞു, യാതൊരു കൊലപാതകനും നിത്യജീവൻ ഉള്ളിൽ വസിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു ഇരിക്കുക. നിത്യജീവൻ ഇല്ലാത്തവൾ കാഹളം ധ്വനിച്ച പറക്കുവോ ഇല്ലയോ? പറ.
നിത്യജീവൻ ഉണ്ടെങ്കിൽ നിത്യതയെ കർത്താവിനോട് കഴിക്കുക. നിത്യജീവൻ ഇല്ലെങ്കിൽ നിത്യമരണത്തിൽ കിടക്കാം. നിത്യജീവൻ ഇല്ലെങ്കിൽ കർത്താവിനോട് കൂടെ പോകുമെന്നാ ചോദിച്ച പറ. പോകത്തില്ല. നിത്യജീവൻ ഇല്ലാത്ത ആർക്കാന്ന് പറഞ്ഞു? കൊലപാതകിക്ക്. ആർക്കാ? കൊലപാതകിക്ക്. ആരാ കൊലപാതകി? എത്ര കൊലപാതകി നമ്മുടെ ചർച്ചിലുണ്ട്? മേപ്പോട്ട് പോകാനിരിക്കുക. ആരാധന കഴിഞ്ഞ് വീർപ്പിച്ച് കെട്ടിയ മോന്തയുമായും പറഞ്ഞു പോകുന്ന ഒരൊറ്റ കൊലപാതകികളും മേപ്പോട്ട് പോവുകയല്ല. എത്ര ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞാലും, എത്ര ഉച്ചത്തിൽ കൈയടിച്ചാലും, എത്ര ഉച്ചത്തിൽ പാടിയാലും അവൻ കൂട്ട് സഹോദരനെ കൈ കൊടുക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ മിണ്ടാതിരുന്നും പിണങ്ങിയിരുന്നും ആരാധിക്കുന്ന ഒരുത്തനും മേപ്പോട്ട് പോകത്തില്ല. അപ്പം ദൈവസ്നേഹം അതാ ഞാൻ നേരത്തെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞല്ലോ. ഉപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലേ, സാമ്പാർ വെക്കുമ്പോൾ സാമ്പാറിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഉപ്പ് ഇങ്ങനെ സാമ്പാറിൻ്റെ ചട്ടിയുടെ അടിയിലോട്ട് ഇങ്ങനെ വരുമ്പം ഉപ്പ് കാണുന്ന കാഴ്ച എന്തൊക്കെയാണ് പറ? ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ ചുവന്ന് കൊടുത്ത തക്കാളി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പുറത്തോട്ട് നോക്കിയപ്പം അടിച്ച് പരത്തിയ കലം പോലെ ഷേപ്പില്ലാതെ ഒരു ഉരുളക്കിഴങ്ങ്. അപ്പുറത്തോട്ട് നോക്കിയപ്പം കോല് പോലെ ഇരിക്കുന്ന ഒരു മുരിങ്ങക്ക. ഇപ്പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല തിളങ്ങുന്ന വഴുതനങ്ങ. അപ്പോൾ ഇറങ്ങി വരുന്ന ഉപ്പ് പറയുക, ഓ തക്കാളി, ഉള്ളിയോടൊന്നും ഞാൻ ചേരത്തില്ല. പറയുമോ? പറ. ഇല്ല. ഏതെടുത്ത് കടിച്ചു നോക്കിയാലും ഉപ്പ് കാണും. ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരുക എന്നുള്ളതാണ്. ആട്ടെ, കർത്താവിൻ്റെ സഭയായി നമ്മൾ ആയിരിക്കുന്നെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശരീരമാണ് ഞാനെന്ന ബോധ്യമുണ്ടെങ്കിൽ, കേവലം ഒരു കെട്ടിടത്തിലല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, സഭയുടെ ഉത്തരവാദിത്വങ്ങൾ തിരിച്ചറിഞ്ഞേറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി പാർപ്പാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.